എല്ലാവർക്കും സുഖല്ലേ? ആരെങ്കിലും ഇല്ലാത്തതുണ്ടോ? ആര്? ആ ശരി. അപ്പൊ എത്ര മൊത്തത്തിൽ ഇവിടുത്തെ? 12 ആളുള്ളൂ ഇവിടെ. എത്ര ആളുണ്ട് മൊത്തത്തില്? ഞാൻ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റിനാന്ന് അറിയാലോ അല്ലേ? ആ, എന്താ നിങ്ങൾ എന്താ പറയലേന്? ജെ. ഓക്കെ, ഞാൻ പരിചയപ്പെടുത്താം. ഞാൻ അഡ്വക്കേറ്റ് തമീം മുഹമ്മദ്. ഞാൻ കുറച്ചു കാലമായിട്ട് ക്രിമിനൽ ലോയറാണ്, അതുപോലെ തന്നെ ഒരു ഫാമിലി ലോയറാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ആ പേപ്പർ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ് എന്നെ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിന്റെ ഫുൾ ഫോം ജസ്റ്റ് നിങ്ങൾ നോക്കി വെച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് അല്ലേ? ഇതുവരെ ക്ലാസ് ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. ശ്രദ്ധിക്ക, ഫസ്റ്റ് ജെ എന്ന് പറഞ്ഞിട്ട് ഇല്ലേ? എന്തായിരുന്നു അതിന്റെ ഫുൾ? JIGL. ജെ എന്ന് പറഞ്ഞാൽ എന്താണ്? ജൂറിസ്പ്രുഡൻസ് ആണ്. എന്താണ് ജൂറിസ്പ്രുഡൻസ്? ആർക്കെങ്കിലും വല്ല ഐഡിയ ഉണ്ടോ? നിങ്ങളെ ഈ പറയുന്നതൊക്കെ എന്താക്കുക ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. കാരണം നിങ്ങൾക്ക് എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സാം എന്ന് പറഞ്ഞാൽ ഓപ്ഷനിലല്ലല്ലോ, മറ്റേ രൂപത്തിലുള്ള എക്സാം അല്ലേ. അപ്പോൾ ഓരോ പോയിന്റും എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, മനസ്സിലായോ? അപ്പോ അങ്ങനെ എഴുതി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താകും? ഉപകാരമാകും. ഓക്കെ, അപ്പോ ശ്രദ്ധിക്കുക. ജൂറിസ്പ്രുഡൻസ് എന്നുള്ളത് ജൂറിസ്പ്രുഡൻഷ്യ. TIA ലാസ്റ്റ് ട്ടോ. Jurisprudence is derived from jurisprudentia. അതെഴുതിയില്ലേ? which is a Latin term. അതെന്താണ്? ഒരു ലാറ്റിൻ ടേം. പഴുകാൻ പാടില്ല കേട്ടോ. which is a Latin term. അല്ലെ? ഏകദേശം നിങ്ങൾ പല ഇംഗ്ലീഷ് വാക്കുകൾ എടുത്ത് നോക്കിക്കോ. ശ്രദ്ധിക്കുക. എഴുതിയില്ലേ? ശ്രദ്ധിക്കുക. അപ്പോ അതിന്റെ ഒരു സംഭവം എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇനി എന്താണ് അത് എന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. പേനക്കട വെച്ചു, നിങ്ങൾ റിലാക്സ് ആയിട്ട് കേൾക്കുക. എന്താ സംഭവം എന്നുള്ളത്, സാധനം എന്താന്നുള്ളത് മനസ്സിലാവണ്ടേ? ഓക്കെ, വെറുതെ കുറെ ഇംഗ്ലീഷിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. എന്താണ് സംഭവം എന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കുക. അഥവാ ജൂറിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ എന്നാണ് അർത്ഥം. എന്താണ് അർത്ഥം? ലോ എന്നാണ് അർത്ഥം. ഞാൻ നേരത്തെ പറഞ്ഞു ജൂറിസ്പ്രുഡൻഷ്യ രണ്ട് വാക്കുകളാണ്. ജൂറിസ് എന്നുള്ള വാക്കും പ്രുഡൻഷ്യ എന്നുള്ള വാക്കും. ജൂറിസ് എന്നുള്ള വാക്കും പ്രുഡൻഷ്യ എന്നുള്ള വാക്കും. അതില് ജൂറിസിന്റെ അർത്ഥം എന്താണ്? ലോ എന്നാണ്. എന്താണ്? ലോ എന്നാണ്. പ്രുഡൻഷ്യ എന്നുള്ളതിന്റെ അർത്ഥം സ്കിൽ ഓർ നോളേജ് എന്നാണ്. എന്താണ്? സ്കിൽ ഓർ നോളേജ്. അപ്പോ നിയമത്തിലുള്ള നോളേജ്, നിയമത്തിലുള്ള സ്കില്ല് എന്നതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ജൂറിസ്പ്രുഡൻസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ അതിന്റെ വേർഡ് മീനിങ് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയല്ലോ. ഇനി അതെന്താണ് സംഭവം? അഥവാ ജൂറിസ്പ്രുഡൻസിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എവിടെ നിന്നാണ് നിയമം വന്നത്? നമ്മുടെ ഒരുപാട് നിയമങ്ങളുണ്ട് ഇല്ലേ? മോട്ടോർ വെഹിക്കിൾസ് ആക്ട് ഉണ്ട്. എന്തുണ്ട്? മോട്ടോർ വെഹിക്കിൾസ് ആക്ട് ഉണ്ട്. എന്താണ് ആ ആക്ടിന്റെ പ്രത്യേകത? എല്ലാവരും 18 years അല്ലേ? എല്ലാവരും വണ്ടിയൊക്കെ ഓടിക്കുന്നവരല്ലേ? ലൈസൻസ് ഉള്ളവരല്ലേ? അപ്പോ ആ മോട്ടോർ വെഹിക്കിൾസുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ പറയുന്ന ആക്ട് ആണ് എന്ത്? മോട്ടോർ വെഹിക്കിൾസ്
ആക്ട് എന്ന് പറയുന്നത്. അഥവാ 50cc അതിന് താഴെയുള്ള വണ്ടികൾക്ക് ലൈസൻസ് ആവശ്യമുണ്ടോ? അതുണ്ടോ എന്ന് പറയുന്ന ആക്ട് ഏതാണ്? മോട്ടോർ വെഹിക്കിൾസ് ആക്ട് ആണ്. ലൈസൻസുമായി ബന്ധപ്പെട്ടത് ഈ ഹെൽമെറ്റ് ഒക്കെ ഇട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഫൈൻ വരുന്നത് ഏത് ആക്ട് പ്രകാരമാണ്? മോട്ടോർ വെഹിക്കിൾസ് ആക്ട് പ്രകാരമാണ്. മനസ്സിലാവുന്നുണ്ടോ? അഥവാ ലൈസൻസ് ഇല്ലാതെ ഒരാൾക്ക് വണ്ടി ഓടിക്കാൻ കൊടുത്തു, അയാൾ കൊണ്ടുപോയി എന്തായി, അത് വണ്ടി ഇടിച്ചു. അപ്പോ അങ്ങനെ വരുന്ന സമയത്ത് ആർക്കാണ് കുറ്റം? RC ഓണർക്കാണ് വിഷയം വരിക. അത് പറയണത് എവിടെയാണ്? മോട്ടോർ വെഹിക്കിൾസ് ആക്ടാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഒരുപാട് എന്തുണ്ട്, നിയമങ്ങളുണ്ട്. ഫസ്റ്റ് ഡേ ആയതുകൊണ്ടേ ഇവിടെ ടൈം ഉണ്ടെന്ന് അറിയാം. മനസ്സിലായില്ലേ? എത്ര മിനിറ്റ് ഉണ്ട് അറിയാലോ, 5 മിനിറ്റ് അല്ലേ? അപ്പോ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ പൊരുത്തപ്പെട്ടു പോകാം. മനസ്സിലായി? കറക്റ്റ് ടൈമിൽ എത്തുക. എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് ചിലപ്പോ ചില കാര്യങ്ങൾ എന്താൻ പറ്റൂല, റിപ്പീറ്റ് അടിക്കാൻ പറ്റൂല. അപ്പൊ അത് നിങ്ങൾക്ക് തന്നെ എന്താണ്, അത് പ്രശ്നമാണ്. ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞു വന്ന എവിടെയായിരുന്നു, എന്താ പറഞ്ഞത്? മോട്ടോർ വെഹിക്കിൾസ് ആക്ട്. അത് പറയാനുള്ള കാരണം എന്താണ്? ആ ഒരു അങ്ങനെ പല നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങളൊക്കെ ഉണ്ടായത് എവിടുന്നാണ്? ലോകത്ത് ആദ്യമായിട്ട് നിയമം ഉണ്ടായത് എങ്ങനെയാണ്? ലോകത്ത് ആദ്യമായിട്ട് നിയമം ഉണ്ടായത് എങ്ങനെയാണ്? ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കാൻ കഴിയും നമുക്ക് അല്ലെ? എങ്ങനെ ആയിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക അല്ലെ? അതൊരു വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ്. എങ്ങനെ ആയിരിക്കും എന്തുണ്ടായിട്ടുണ്ടാവുക, നിയമം ഉണ്ടായിട്ടുണ്ടാവുക എന്നുള്ളത് ബിഗ് ക്വസ്റ്റ്യൻ മാർക്ക് അല്ലെ? അപ്പോ ആ ഒരു ചോദ്യത്തെ സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് വരുന്നത്? ജൂറിസ്പ്രുഡൻസ് എന്നുള്ള സംഭവം വരുന്നത്. നിയമം എവിടെ നിന്നാണ് ഉണ്ടായത്? ആ നിയമം ഉണ്ടായത് പല രൂപത്തിലാണ് എന്നുള്ളത് പല ആൾക്കാരും പറയുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ ഇവിടെ കൂടിയിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളായിരിക്കും. എനിക്കുള്ള അഭിപ്രായം ആവൂല ആർക്കുണ്ടാവുക? ഇവനുണ്ടാവുക. നിനക്കുള്ള അഭിപ്രായം ആയിരിക്കില്ല എനിക്കുണ്ടാവുക. മനസ്സിലായോ? അങ്ങനെ ഓരോ അഭിപ്രായങ്ങൾ ഉണ്ടാവും. ഇപ്പൊ ഏത് വിഷയം എടുത്താലും ഇപ്പോ ഈ ഒരു സംഭവത്തിനെ കുറിച്ച് നിനക്ക് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിന്റെ അഭിപ്രായം വേറെയാണ്. അവനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവന്റെ അഭിപ്രായം എന്താണ്? വേറെയാണ്. അതുപോലെ ഫേമസ് ജൂറിസ്റ്റുകളായിട്ടുള്ള ആളുകൾ, മനസ്സിലാവുന്നുണ്ടോ? വളരെ പ്രധാനപ്പെട്ട ജൂറിസ്റ്റുകളായിട്ടുള്ള ആളുകൾ എന്തായി? നിയമങ്ങൾ എന്തായി? ഉണ്ടാക്കി. ഒരുപാട് നിയമങ്ങൾ എന്തായി? ഉണ്ടാക്കി. ആ നിയമങ്ങളെ ഒക്കെ നമ്മൾ പഠിക്കണം. ജൂറിസ്പ്രുഡൻസ് നമ്മളൊരു വിഷയമായി പോയി. അതുകൊണ്ട് എന്ത് പഠിക്കണം നമ്മള്? ഇവരെല്ലാരും പറഞ്ഞ അഭിപ്രായങ്ങളും ആ അഭിപ്രായത്തിൽ എന്തൊക്കെ കേടുകളുണ്ട് അതൊക്കെ എന്താകണം നമ്മൾ പഠിക്കണം. അഥവാ ഞാൻ ഒരു അഭിപ്രായം പറയുമ്പോൾ അടുത്ത ആള് വേറെ അഭിപ്രായം പറയുമ്പോൾ ഞാൻ പറഞ്ഞ അഭിപ്രായത്തിൽ എന്തുണ്ട്, എന്തൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അടുത്ത ആൾ എന്താ പറയാ, അഭിപ്രായം പറയാം. അതുപോലെ ഫേമസ് ജൂറിസ്റ്റുകളായിട്ടുള്ള ആളുകൾ, മനസ്സിലാവുന്നുണ്ടോ? അവര് പറഞ്ഞ പല അഭിപ്രായങ്ങളും എന്തുണ്ട് നമ്മൾ പഠിക്കണം. അപ്പൊ അതിൽ നമ്മൾ പഠിക്കുക ഒരുപാട് തിയറികളാണ്. എന്താണ്? ഒരുപാട് തിയറികളാണ്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ഒരുപാട് തിയറികൾ. മനസ്സിലാവുന്നുണ്ടോ? അത് ഓരോരുത്തരും പറഞ്ഞു വെച്ച അഭിപ്രായങ്ങളാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള സംഭവം. പറഞ്ഞു വെച്ച അഭിപ്രായങ്ങളാണ്. പക്ഷെ എന്താകണം? നമ്മളത് പഠിക്കണം. അതാണ് എന്ത് ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഒരു ഫെയർ വാർണിംഗ് ആണ്. ജൂറിസ്പ്രുഡൻസ് എന്താണ്? കുറച്ച് ടാസ്ക് ഉള്ള ഒരു സബ്ജക്റ്റ് ആണ്. കുറച്ച് ഡ്രൈ ആയിട്ടുള്ള എന്താണ് ഒരു സബ്ജക്റ്റ് ആണ്. പഠിക്കാൻ അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. മനസ്സിലായോ? അപ്പൊ എന്താവുക? ജസ്റ്റ് ബാക്കിയുള്ള നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി പോയാൽ മതി. ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി പോയാൽ മതി. പക്ഷെ ജൂറിസ്പ്രുഡൻസ് പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പല കാര്യങ്ങളും കാണാതെ പഠിക്കേണ്ടി വരും. മനസ്സിലായോ? കാരണം വേറെ ആള് പറഞ്ഞ വാക്കുകൾ കോട്ട് ചെയ്യുമ്പോൾ അതുപോലെ കോട്ട് ചെയ്ത് കഴിഞ്ഞാലാണ് കൂടുതൽ മാർക്ക് കിട്ടുക അല്ലെ? വേറെ ആള് പറഞ്ഞ വാക്ക് അതുപോലെ കോട്ട് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക? കൂടുതൽ മാർക്ക് കിട്ടുക. അങ്ങനെ അല്ല നമ്മൾ കോട്ട് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെതായ ഡിഫക്റ്റ് നമ്മുടെ ആൻസറിൽ എന്തുണ്ടാകും? മനസ്സിലായോ? അതുകൊണ്ടാണ് ജൂറിസ്പ്രുഡൻസ് പല ആളുകൾക്കും അത്ര വലിയ താല്പര്യമില്ലാത്ത എന്തായി മാറുന്നത്? സബ്ജക്റ്റ് ആയിട്ട് മാറുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ അത് മനസ്സിലാക്കുക. ജൂറിസ്പ്രുഡൻസ് പഠിക്കുന്ന സമയത്ത്
അത് പഠിക്കാനുള്ള മാർഗം ഓരോന്നിനും ഓരോ മാർഗ്ഗമാണ്. അത് പഠിക്കാനുള്ള മാർഗം എന്താണ്? അധികം നിങ്ങൾ ബൈഹാർട്ട് ആക്കിയിട്ട് എന്താവുക പഠിക്കാൻ ശ്രമിക്കുക. മനസ്സിലാവുന്നുണ്ടോ? എന്നാലേ നിങ്ങൾക്ക് എക്സാമിന് വല്ലതും അറിയുള്ളൂ. മറ്റേത് നിങ്ങൾക്ക് ഐഡിയ ഉണ്ടാകും, നിങ്ങളെ മൈൻഡിൽ എന്തുണ്ടാകും, ഈ സംഭവം ഇതാണെന്നുള്ള ഐഡിയ ഉണ്ടാകും. പക്ഷെ അത് എഴുതാൻ അങ്ങോട്ട് കിട്ടൂല, അതെന്താവൂല, എഴുതാൻ അങ്ങോട്ട് കിട്ടൂല. അങ്ങനത്തെ ഒരു അവസ്ഥ വരും. അപ്പോ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലക്കാണ് നമ്മളിന്ന് ക്ലാസ് എടുക്കുന്നത്. അപ്പൊ അതിൽ ആദ്യമായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്, ജൂറിസ്പ്രുഡൻസ് നമ്മൾ എടുക്കുന്ന സമയത്ത് എന്താവും കറക്റ്റ് ആയിട്ട് ബൈ ഹാർട്ട് ആയിട്ട് എന്താവുക പഠിക്കുക. എന്താവാ ബൈ ഹാർട്ട് ആക്കിയിട്ട് പഠിക്കുക. മനസ്സിലായോ? അപ്പോ പിന്നെ ഇനി അപ്പൊ ജൂറിസ്പ്രുഡൻസ് നമ്മൾ പറഞ്ഞു എന്താന്നുള്ളത് ഏകദേശം മനസ്സിലായല്ലോ. അതാണ് നമുക്ക് എന്താണുള്ളത് ഇനി പഠിക്കാനുള്ളത്. മനസ്സിലാകുന്നുണ്ടോ? അത് കഴിഞ്ഞിട്ട് പിന്നുള്ളതാണ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ലോ എന്ന് പറയുന്നത്. എന്താണ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ലോ എന്ന് പറയുന്നത്? എന്താണ് ഇന്റർപ്രിട്ടേഷൻ? ഇന്റർപ്രിട്ടേഷന്റെ അർത്ഥം അറിയാലോ എല്ലാവർക്കും ഇല്ലേ? എന്താണ് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അർത്ഥം എന്തായിരിക്കും? ആലോചിക്കുക. ഇന്റർപ്രിട്ടേഷൻ എന്നുള്ള വാക്ക് കേട്ടിട്ടില്ലേ? കേട്ടിട്ടില്ലേ? ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ സിമ്പിൾ ആയിട്ട് പറയാം. അതിന്റെ ഡെഫിനിഷനിലേക്കൊന്നും എന്താ വേണ്ട നമ്മൾ കടക്കണ്ട. ഞാൻ ഓൾറെഡി സ്റ്റേറ്റ് ചെയ്ത പോലെ ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ എന്താവാം നമുക്ക് എഴുതാം. എല്ലാ കാര്യങ്ങളും നമുക്ക് എന്താവാം കറക്റ്റ് ആയിട്ട് എഴുതാം. കാരണം അത് നിങ്ങൾക്ക് എക്സാമിന് നോക്കുമ്പോൾ അതേ ഉണ്ടാവുള്ളൂ. പക്ഷേ ബിഫോർ ദാറ്റ് എന്താകണം, ഇത് എന്താ സംഭവം എന്നുള്ളത് മനസ്സിലാവണ്ടേ? മനസ്സിലാവുന്നുണ്ടോ? ഇതിന്റെ അന്തസത്ത എന്താന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവണം. ഇതിന്റെ ഉള്ളിൽ എന്താന്നുള്ള കാര്യങ്ങൾ എന്താന്നുള്ളത് എന്താവണം നിങ്ങൾക്ക് മനസ്സിലാവണം. അപ്പൊ അതാണ് എന്താവുന്നത് പറയുന്നത്. ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് എന്താണ് വിശദീകരണം. എന്താണ് വിശദീകരണം എന്ന് നമുക്ക് പറയാം. എന്ത് പറയാം? വിശദീകരണം എന്ന് പറയാം. അഥവാ പലതരത്തിലുള്ള തിയറീസ് ഉണ്ട്. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് കേട്ടിട്ടുണ്ടോ? ജുവനൈൽ ജസ്റ്റിസ് ആക്ട് അവിടെ ആക്ട് ഉണ്ട് നമ്മുടെ ഇന്ത്യയിൽ. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർ ഏജ്ഡ് ആയിട്ടുള്ള കുട്ടികൾ, ബിലോ 18 years, അണ്ടർ ഏജ്ഡ് ആയിട്ടുള്ള കുട്ടികൾ അവർക്കെതിരെ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ സാധാരണ ചേർത്ത് കൊടുക്കുന്ന ആക്ടാണ് എന്ത്? ജുവനൈൽ ജസ്റ്റിസ് ആക്ട് എന്ന് പറയുന്നത്. പലപ്പോഴും പോക്സോ കേട്ടിട്ടില്ലേ? പോക്സോ എന്താണ്? എന്താ പോക്സോന്റെ ഫുൾ ഫോം? പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട്. മനസ്സിലാവുന്നുണ്ടോ? പോക്സോ പലപ്പോഴും ആ പോക്സോന്റെ കൂടെ മെർജ് ചെയ്ത് വരുന്ന ഒരു ആക്ട് ആണ് എന്ത്? അതിന്റെ കൂടെ ഇപ്പൊ കോടതിയിൽ നമ്മൾ എന്താ ഒരു വിഷയം, ഒരു പോക്സോ അതിന്റെ ഒരു പ്രശ്നം വരുന്ന സമയത്ത് അതിൽ കൂട്ടിച്ചേർക്കുന്ന ഒരു ആക്ട് ആയിരിക്കും എന്ത്? JJ ആക്ട് എന്ന് പറയുന്നത്, ജുവനൈൽ ജസ്റ്റിസ് ആക്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഇന്റർപ്രിട്ടേഷൻ എന്താണെന്ന് ജസ്റ്റ് മനസ്സിലാക്കി തരാം. അതിന്റെ തിയറീസിലേക്കും അതിന്റെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വെർഷൻസിലേക്കും നമ്മൾ പോകണ്ട. അപ്പൊ അത് നമുക്ക് പഠിക്കാം. മനസ്സിലായോ? ജസ്റ്റ് എന്താന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അതാണ് ഞാൻ ഇന്ന് എന്താവുന്നത് ജസ്റ്റ് ഉദ്ദേശിക്കുന്നത്. നോക്കുക. ഇപ്പോ അതില് സെക്ഷൻ 75 ഓഫ് ദ ജുവനൈൽ ജസ്റ്റിസ് ആക്ട്. എന്ത്? സെക്ഷൻ 75 ഓഫ് ദ ജുവനൈൽ ജസ്റ്റിസ് ആക്ട്. ആ 75 പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ശ്രദ്ധിക്കണേ. എ പേഴ്സൺ ഹു ഈസ് ഹാവിംഗ് ആക്ച്വൽ ചാർജ് ഓർ കൺട്രോൾ ഓവർ എ ചൈൽഡ്. എ പേഴ്സൺ ഹു ഈസ് ഹാവിംഗ് ആക്ച്വൽ ചാർജ് ഓർ കൺട്രോൾ ഓവർ എ ചൈൽഡ്. മനസ്സിലാവുന്നുണ്ടോ? എന്താ അതിന്റെ അർത്ഥം? ഒരാൾക്ക് ഒരു ചൈൽഡിന് മുകളിൽ എന്തുണ്ടായി കഴിഞ്ഞാൽ ഒരു ആക്ച്വൽ ചാർജോ കൺട്രോളോ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ മിയർലി ചാർജ് എന്നോ കൺട്രോളോ എന്ന് മാത്രമല്ല എന്തായത് അവിടെ പറഞ്ഞു. അവിടെ ഒരു വാക്കുണ്ട് എന്ത്? ആക്ച്വൽ. എന്തുണ്ട്? ആക്ച്വൽ. അപ്പൊ നമുക്കൊരു സംശയമുണ്ട്, ആക്ച്വൽ ചാർജ് ആൻഡ് കൺട്രോൾ എന്നാണ്. ആ ആക്ച്വൽ എന്നുള്ളത് ചാർജിന് മാത്രമാണ് ബാധകം, അത് കൺട്രോളിനും ബാധകമാവും? ഒരു ചോദ്യമാണ്. ആക്ച്വൽ ചാർജ് ആൻഡ് കൺട്രോൾ, ആ ആക്ച്വൽ എന്നുള്ളത് ചാർജിന് മാത്രം ബാധകമാവോ, അത് കൺട്രോളിനും കൂടെ ബാധകമാവും? അതെവിടെയാണ്? അത് നമുക്ക് കിട്ടുക? അത് നിയമങ്ങളിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും. ആക്ച്വൽ എന്ന് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടോ? ഉണ്ടാവോ നിയമത്തിൽ? ഇല്ല.
അതിനാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്? ഇന്റർപ്രിട്ടേഷൻ പഠിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? വിശദീകരണം പഠിക്കുന്നത്. അങ്ങനെ പല കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളും ഉണ്ടാവും നിയമത്തിൽ. അപ്പൊ അത് എങ്ങനെയാണ് വായിക്കേണ്ടത്, അതെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് പഠിക്കുന്നതാണ് എന്ത്? ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോ LP, UP, ഹൈസ്കൂള്, ഈ 3 രൂപത്തിലുള്ള സ്കൂളുകൾ ഉണ്ടാവും. ഈ 3ഉം ഒരേ കോമ്പൗണ്ടിലുള്ള സ്കൂളുകൾ ഉണ്ടാവും ഇല്ലേ? അപ്പൊ LPയിൽ പഠിക്കുന്ന ആൾക്ക് ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ മേലിൽ ആക്ച്വൽ ചാർജോ കൺട്രോളോ ഉണ്ടാവും. ആക്ച്വൽ ചാർജോ കൺട്രോളോ ഉണ്ടാവും. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, LP പഠിപ്പിക്കുന്ന ഒരു മാഷ് ഹൈസ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയോട് അപമര്യാദയായിട്ട് പെരുമാറിക്കഴിഞ്ഞാൽ ഈ സെക്ഷൻ അവിടെ നിലനിൽക്കുമോ ഇല്ലയോ? ഈ സെക്ഷൻ അവിടെ നിലനിൽക്കുമോ ഇല്ലയോ? എന്തായിരിക്കും നിങ്ങളുടെ ആൻസർ? എന്തായിരിക്കും? നിലനിൽക്കുമോ? ചാർജ് ഇപ്പൊ ഒരു സ്കൂളിലെ കുട്ടികളെ മുഴുവൻ പഠിപ്പിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? അവിടുത്തെ എല്ലാ മാഷന്മാരുടെ ഉത്തരവാദിത്തമല്ലേ? അല്ലേ? അപ്പൊ ആക്ച്വൽ ചാർജ് ഉണ്ടാവൂല്ലേ? ഉണ്ടാവൂല്ലേ? എന്നാൽ അതിനെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി എങ്ങനെയാണ് ഇന്റർപ്രറ്റ് ചെയ്തത് എന്നറിയോ? അഥവാ ഒരു LP അധ്യാപകന് ഹൈസ്കൂളിലുള്ള ആളുകൾക്ക് എന്ത് മാത്രമേ ഉള്ളൂ? ഒരു മോറൽ ചാർജോ മോറൽ കൺട്രോളോ മാത്രമേ ഉള്ളൂ. എന്തുള്ളൂ? ഒരു മോറൽ ചാർജോ മോറൽ കൺട്രോളോ മാത്രമേ ഉള്ളൂ. അല്ലാതെ എന്തില്ല? ആക്ച്വൽ ചാർജോ ആക്ച്വൽ കൺട്രോളോ എന്തില്ല? ഇല്ല. മനസ്സിലാവുണ്ടോ? അപ്പോ അതിനെയാണ് എന്ത് പറയുന്നത്? ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ പല വിഷയങ്ങളും വരും, ഒരുപാട് വിഷയങ്ങൾ വരും. നമ്മുടെ ആക്ടുകളൊന്നും ഉണ്ടാക്കിയത് തെറ്റൊന്നും സംഭവിക്കാത്ത ആൾക്കാരാണോ? അല്ല, മനുഷ്യന്മാരുണ്ടാക്കിയതാണ്. അല്ലേ? ഇപ്പൊ സ്വാഭാവികമായിട്ടും പലതരത്തിലുള്ള വിഷയങ്ങളും എന്തിൽ വരും? ആക്സിൽ വരും. അതൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു സംഭവമാണ് എന്ത്? ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്സ്. ണ്ടോ? അപ്പൊ അതില് പല തിയറീസ് ഉണ്ട്. ആ തിയറീസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്താക്കുക? പഠിക്കുക. ഒന്ന് അല്ല, എഴുതി വെക്കണ്ട, ജസ്റ്റ് പറഞ്ഞുതരാം. അപ്പോ ഗോൾഡൻ റൂൾ ഓഫ് ഇന്റർപ്രിട്ടേഷൻ, ലിറ്ററൽ റൂൾ ഓഫ് ഇന്റർപ്രിട്ടേഷൻ. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ പലതരത്തിലുള്ള എന്തുണ്ട്? റൂൾസ് ഉണ്ട്. അങ്ങനെ ആ റൂൾസ് ഒക്കെ വെച്ചിട്ടാണ്. പറഞ്ഞില്ലല്ലോ. അങ്ങനെ പല റൂൾസും വെച്ചിട്ടാണ് നമ്മൾ നിയമങ്ങളെ മനസ്സിലാക്കുക. മനസ്സിലാവുന്നുണ്ടോ? അഥവാ ഇന്റർപ്രിട്ടേഷൻ പഠിച്ചിട്ടില്ലെങ്കിൽ ഒരു മനുഷ്യന് നിയമം കറക്റ്റായിട്ട് എന്താവാൻ കഴിയില്ല? വായിക്കാൻ വേണ്ടി കഴിയില്ല. എന്ത് കഴിയില്ല? നിയമം ശരിക്കും വായിക്കാൻ വേണ്ടി കഴിയില്ല. അപ്പൊ അതാണ് നമ്മുടെ രണ്ടാമത്തെ ഐന്റെ ഡെഫിനിഷൻ. അല്ലെ? ജൂറിസ്പ്രുഡൻസ് എന്താണെന്ന് പറഞ്ഞു. ഇനി ഈ ജൂറിസ്പ്രുഡൻസ് എന്താണ് എന്നുള്ളത് ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ ജൂറിസ്പ്രുഡൻസ് എന്താണ് എന്നുള്ളത് ആർക്കെങ്കിലും വല്ല ഡൗട്ട് ഉണ്ടോ? ജൂറിസ്പ്രുഡൻസ് എന്താണ് എന്നുള്ളതിൽ എനി ഡൗട്ട്സ്? ഡൗട്ട് ഇല്ലെങ്കിൽ ചോദ്യം വരും, അതുകൊണ്ട് ചോദിക്കണേ. ഡൗട്ട് ഇല്ലെങ്കിൽ ചോദ്യം വരും. ഓക്കെ അല്ലേ? ഞാൻ ചോദിക്കാം. ഇങ്ങോട്ട് ശ്രദ്ധിക്ക്. രണ്ടാമതിരിക്കണാണ് ഒന്ന് അല്ലെങ്കിൽ എന്നിട്ട് നിൽക്കാന്നല്ലേ, ഇരുന്നാലും മതി, ബുദ്ധിമുട്ടാണ്. എനിക്ക് എന്താണ് മനസ്സിലായത്? ഹലോ, തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ ആരും അത്ര പെർഫെക്റ്റ് ആയിട്ട് ഉത്തരം പറയണല്ലോ. നല്ലത് പറഞ്ഞോ. അതൊക്കെ. പിന്നെ മൊത്തത്തിൽ എന്താ അതിനെ കുറിച്ച് വേറെ എന്തെങ്കിലും കമന്റ്സ് ആർക്കെങ്കിലും ഒന്ന് കുറച്ച് എലാബറേറ്റ് ചെയ്ത് പറയാൻ കഴിയും? വോയിസ് നിനക്ക് പറയാൻ കഴിയോ? ജസ്റ്റ് നോക്കി നോക്ക്, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ജൂറിസ്പ്രുഡൻസ് എന്ന് പറഞ്ഞാൽ എന്താ?
ആ നമ്മൾ കുറെ പറഞ്ഞു, ഓരോരുത്തരുടെ അഭിപ്രായങ്ങളെ കുറിച്ചിട്ടൊക്കെ കുറെ കമന്റുകളൊക്കെ പറഞ്ഞു ഇല്ലേ? Disconnected. ഓർമ്മയില്ലേ? Connected. ആ എന്താണ് അതിന്റെ ഡെഫിനിഷൻ അല്ല ചോദിച്ചത്, അത് എന്താണ് അതിന്റെ മൊത്തത്തിലൊരു സംഭവം എന്താണ് നിങ്ങൾ അങ്ങനെ ആലോചിക്കരുത് കേട്ടോ. ഡെഫിനിഷൻ അങ്ങനെ വളവളാന്ന് പറയാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് എന്താ കാര്യം എന്നുള്ളത് മനസ്സിലാവണം. മറ്റേ നമ്മൾ എഴുതും, ഇത് എന്താന്ന് മനസ്സിലാക്കിയിട്ട് പഠിച്ചിട്ട് എന്തേ ഉള്ളൂ, ഡെഫിനിഷൻസ് പഠിച്ചിട്ട് എന്തേ ഉള്ളൂ കാര്യം. അല്ലാതെ നമ്മൾ കുറെ ഇംഗ്ലീഷിൽ അങ്ങനെ കുറെ കാണാതെ പഠിക്കും, അതൊക്കെ പോയിട്ട് എഴുതും, പക്ഷെ ഒരു ബെനിഫിറ്റും ഉണ്ടാവില്ല. അത് പരീക്ഷ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണെന്ന് അറിയോ, അതായിട്ട് മറക്കും. പരീക്ഷ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താകും, പെട്ടെന്ന് അങ്ങോട്ട് പോകും. പക്ഷെ ആദ്യം മനസ്സിലാക്കിയിട്ട് എന്താവുക, ഡെഫിനിഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ അത് അവിടെ നിൽക്കും. അതെന്താകും, അവിടെ നിൽക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ആവർത്തിക്കാം, ശ്രദ്ധിച്ചു. നമ്മൾ പറഞ്ഞത് ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്നത് എന്താണ്? എന്താണ്? ഒരുപാട് ജൂറിസ്റ്റുകളുടെ അഭിപ്രായങ്ങൾ. എന്താണ്? ഒരുപാട് ജൂറിസ്റ്റുകളുടെ അഭിപ്രായങ്ങൾ. ആ പല അഭിപ്രായങ്ങൾക്കും വേറെ ഒരു എ എന്ന് പറയുന്ന ഒരു ജൂറിസ്റ്റ് അയാളൊരു അഭിപ്രായം പറഞ്ഞു, നിയമം വന്നത് എങ്ങനെയാണ്, ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ആള് പറഞ്ഞു. അപ്പൊ ബി പറയാണ്, നിങ്ങൾ പറഞ്ഞത് മുഴുവൻ തെറ്റല്ല, പകുതി ശരിയാണ്, ബാക്കി പകുതി എന്താണ്, തെറ്റാണ്. ഇങ്ങനെയാണ് വന്നത് പറഞ്ഞിട്ട് പുതിയൊരു ഫോർമുല ഇയാൾ ഉണ്ടാക്കി. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഇത് വേറൊരു തിയറി ആയിട്ട് മാറി, ഇതെന്തായി, വേറൊരു തിയറി ആയിട്ട് മാറി. അത്രേ ഉള്ളൂ. അതാണ് എന്ത്, ജൂറിസ്പ്രുഡൻസ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ നിയമം എങ്ങനെയാണ് വന്നത്, നിയമങ്ങളുടെ വിഷയങ്ങൾ എങ്ങനെയൊക്കെയാണ് ഉള്ളത്, അതിന്റെ തിയറീസ് എന്തൊക്കെയാണ്, ഇതൊക്കെ പറയണതാണ് എന്ത്, ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്നത്. ഇനി ഡൗട്ട് ഉണ്ടോ? ജൂറിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാ? യെസ്, അങ്ങനെ ചോദിക്കട്ടോ. ജൂറിസ്റ്റ് കാരണം ഞാൻ ജൂറിസ്റ്റ് കുറെ പറഞ്ഞു പോയിട്ടുണ്ട് ഇല്ലേ, പക്ഷെ ജൂറിസ്റ്റ് എന്താണെന്നുള്ള ആരും ചോദിച്ചിട്ടില്ല. ഇല്ല, അത് അവൻ മാത്രമാണ് ചോദിച്ചത്. എന്തായിരുന്നു ബ്രോന്റെ പേരെന്തായിരുന്നു? ശവ മാത്രമേ ചോദിച്ചുള്ളൂ. അപ്പോ എന്താണ് ജൂറിസ്റ്റ് എന്ന് പറഞ്ഞാൽ? നിയമത്തിൽ നല്ലവണ്ണം അവഗാഹം എന്ന് പറഞ്ഞാല് എന്താ, നല്ല നോളേജ് ഉള്ള ഒരാളെയാണ് എന്ത് പറയുന്നത്, ജൂറിസ്റ്റ് എന്ന് പറയുന്നത്. നിയമത്തിൽ നല്ലോണം അറിയുന്ന വലിയ സ്കോളേഴ്സ് ആയിട്ടുള്ള ആളുകളെയാണ് എന്ത് പറയുന്നത്, ജൂറിസ്റ്റുകൾ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ നിയമത്തിനെ കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ കഴിയുന്ന ആളുകൾ ആരാണ്? അവരാണ്. മനസ്സിലാവുന്നുണ്ടോ? കാരണം അവരുടെ ചിന്ത എപ്പോഴും എന്താണ്, നിയമത്തെ കുറിച്ചിട്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? ഒരു മനുഷ്യന്റെ ചിന്ത എന്താണോ അതിനനുസരിച്ചായിരിക്കും അവന്റെ എന്ത് പേഴ്സണാലിറ്റി ഡെവലപ്പ് ആവുക. മനസ്സിലാവുന്നുണ്ടോ? അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ആയത് എങ്ങനെയാണ്? നിയമത്തിലൂടെയാണ്. മനസ്സിലാവുന്നുണ്ടോ? അവര് ചിന്തിക്കുന്നതും പറയുന്നതും എഴുതുന്നതും എല്ലാം നിയമത്തെ കുറിച്ചിട്ട്. മനസ്സിലാവുന്നുണ്ടോ? അത്തരം നിയമത്തിൽ നല്ല നോളജ് ഉള്ള ആളുകളെയാണ് എന്ത് പറയുന്നത്, നമ്മള് ജൂറിസ്റ്റുകൾ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അവര് പറയുന്ന അഭിപ്രായങ്ങൾ കോൺട്രാഡിക്ഷൻസ് ഉണ്ടാവും, അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നതാണ് എന്ത്, ജൂറിസ്പ്രുഡൻസ് ആണ്. ഇന്റർപ്രിട്ടേഷൻ മനസ്സിലായല്ലോ? ഇന്റർപ്രിട്ടേഷൻ എന്താ മനസ്സിലായോ? വിശദീകരണം കൂടുതലായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? പറഞ്ഞോ, എന്ത് കമന്റ്സ് വേണമെങ്കിലും പറയാം. ഒരു റൂളിനെ അല്ലെങ്കിൽ ഒരു ആക്ടിനെ നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നതാണ് എന്ത് അഥവാ നമ്മൾ സാധാരണ പറയും വരികൾക്കിടയിലൂടെ വായിക്കുക എന്നൊക്കെ പറയും. എന്ത് പറയും? വരികൾക്കിടയിലൂടെ വായിക്കുക എന്നൊക്കെ പറയും. നമ്മൾ കുറെ കേട്ടിട്ടുണ്ടാവും അങ്ങനെയൊക്കെ ഇല്ലേ? കേട്ടിട്ടില്ലേ? അപ്പോ എങ്ങനെയും വരികൾക്കിടയിലൂടെ വായിക്കുക, വരികളല്ലേ വായിക്കാൻ കഴിയുള്ളൂ. അതിന്റെ ഇടയിലൂടെ നമുക്ക് ഇങ്ങനെ ഇടയിൽ ഇപ്പൊ ഒന്നുമില്ല, ബ്ലാങ്ക് ആണ്, എങ്ങനെ വായിക്കുക? അവിടെ ഒരാൾ ഡോട്ട് ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതെങ്ങനെ വായിക്കാന്നൊക്കെ ചോദിക്കണം. എങ്ങനെ? അപ്പൊ അതാണ് പറയുന്നത്. അതിന്റെ ഇടയിൽ പല നിയമങ്ങളുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? നമ്മളൊരു നോവൽ വായിക്കുമ്പോൾ ആ നോവലിലെ അക്ഷരങ്ങൾക്ക് പുറമെ അതിൽ പല കാര്യങ്ങളും ചിന്തിക്കാനുണ്ട്. സിമ്പിൾ ആയിട്ട്. അതാണ് എന്ത് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ കണ്ണുകൊണ്ട് വായിക്കുമ്പോൾ കിട്ടാത്ത, നമ്മൾ ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ മാത്രം കിട്ടുന്ന സാധനങ്ങളാണ് എന്ത് ഇന്റർപ്രിട്ടേഷൻസ്. മനസ്സിലാവുന്നുണ്ടോ? അത് അധികം ചെയ്യുന്നത് ആരാണ്?
ജുഡീഷ്യറിയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇന്ത്യയിലെ കോടതികളാണ്. സുപ്രീം കോടതിയാണ്, ഹൈക്കോർട്ടാണ്. ഓക്കെ, അപ്പൊ അത് രണ്ടും കഴിഞ്ഞു. ഏതൊക്കെ കഴിഞ്ഞത്? ജൂറിസ്പ്രുഡൻസും കഴിഞ്ഞു, അതുപോലെ തന്നെ ഇന്റർപ്രിട്ടേഷനും കഴിഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? ഇനി നമുക്ക് ജസ്റ്റ് എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോവാം. എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്? നമുക്ക് ഒരുപാട്. പിന്നെ അവസാനത്തെ അതിലേക്കാണ് ഞാൻ വരുന്നത്. ജൂറിസ്പ്രുഡൻസ് കഴിഞ്ഞു, അതുപോലെ തന്നെ ഇന്റർപ്രിട്ടേഷൻ കഴിഞ്ഞു. പിന്നെ ബാക്കി അതിലുള്ള അക്ഷരങ്ങൾ ഏതൊക്കെ? GL. GL ഫുൾ ഫോം എന്താ? ജനറൽ ലോസ്. ജനറൽ ലോസ് എന്ന് പറഞ്ഞാല് നമ്മുടെ ഇന്ത്യയിലെ, കേൾക്കണില്ലേ, നമ്മുടെ ഇന്ത്യയിലെ ഒരുപാട് നിയമങ്ങളുണ്ട്. എന്തുണ്ട്? ഒരുപാട് നിയമങ്ങളുണ്ട്. മനസ്സിലായോ? ഉറങ്ങരുത്. ഉറക്കം വരുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഉറക്കം വരുന്നുണ്ടെങ്കിൽ പറയണം. ഏസില്ലേ? ഉറക്കം വരുന്നുണ്ട്. ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് നീച്ചുന്നാ മതി. ഒരു 2 മിനിറ്റ്, 2-3 മിനിറ്റ് ഉറക്കാണ്ട് പോയിക്കോളും. അപ്പോ ജനറൽ ലോസ് എന്താണ്? ജനറൽ ലോസ്. ഇന്ത്യയിൽ ഒരുപാട് നിയമങ്ങളുണ്ട്. ഒരുപാട് എന്തുണ്ട്? നിയമങ്ങളുണ്ട്. നമ്മൾ കരുതിയതിനേക്കാട്ട് ഒരുപാട്. ഇപ്പോ നിങ്ങൾക്കൊരു വീട്, നിങ്ങൾക്ക് എന്തുണ്ട്? ഒരു വീടുണ്ട് വിചാരിക്കുക. ആ വീട് എന്താ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്വാർട്ടേഴ്സ് ഉണ്ട്. അതെന്താണോ? റെന്റിന് കൊടുക്കണം. അതെന്താണോ? റെന്റിന് കൊടുക്കണം. അപ്പോ ആ റെന്റിന് കൊടുക്കണമെങ്കിൽ അത് ഏത് നിയമത്തിനനുസരിച്ചാണ്? റെന്റ് കൺട്രോളുമായി ബന്ധപ്പെട്ട എന്തുണ്ട്? നിയമങ്ങളുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? എല്ലാത്തിനും എന്തുണ്ട്? നിയമങ്ങളുണ്ട്. മനസ്സിലായോ? ആ നിയമങ്ങൾ ഏതൊക്കെ നിങ്ങൾ ഒരു കാര്യം ചെയ്യുമ്പോൾ വരും, വരില്ല എന്നുള്ളതൊക്കെ നോക്കി കണ്ടുപിടിക്കലാണ്. എന്നിട്ട് അതിനെക്കുറിച്ച് കോടതിയിൽ പറയലാണ് ആരുടെയൊക്കെ പണി? ഞങ്ങളുടെയൊക്കെ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ അങ്ങനെ എല്ലാ നിയമങ്ങളും നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. എല്ലാ നിയമങ്ങളും നമ്മൾ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതിന്റെ ചില പ്രധാനപ്പെട്ട നിയമങ്ങൾ എന്താവേണ്ട ആവശ്യമുള്ളൂ? നമ്മൾ പഠിക്കേണ്ട ആവശ്യമുള്ളൂ. അതിൽ പെട്ടതാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. എന്താണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്? റൈറ്റ് എന്ന് പറഞ്ഞാൽ അവകാശം. ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ അറിയുക, അറിയാനുള്ള അവകാശം. എന്താണ്? അറിയാനുള്ള അവകാശം. 2005 തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ RTI എന്തായത് നിലവിൽ വന്നത്. RTI നിലവിൽ വന്നത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. അതിൽ പറയുന്നത് എന്താണ്? ഇപ്പോ ഗവൺമെന്റിന്റെ എല്ലാ മേഖലയിലും കച്ചറ കാണിക്കുന്ന ആൾക്കാരുണ്ടാവും. ഇല്ലേ? ഇപ്പോ അധ്യാപകർ, പഠിപ്പിക്കുന്ന ആളുകളൊക്കെ ഭയങ്കര പെർഫെക്റ്റ് ആയ ആളുകളാണ്. ആണോ? അല്ല. അവർക്ക് അവരുടേതായ ഇല്ലേ, അതിലും എന്തുണ്ടാവും? ഒരുപാട് വിഷയങ്ങളുള്ള ആളുകൾ ഉണ്ടാവും. ഇല്ലേ? പോലീസുകാര് എല്ലാവരും പെർഫെക്റ്റ് ആയ ആളുകളാണോ? അല്ല. പോലീസുകാർക്ക് എന്തുണ്ടാവും? അതിൻ്റെതായ അതിലും എന്തുണ്ടാവും? വിഷയങ്ങൾ ഉണ്ടാവും. അങ്ങനെ പല പബ്ലിക് അതോറിറ്റീസ്. എന്താണ് പബ്ലിക് അതോറിറ്റീസ്? പബ്ലിക് അതോറിറ്റീസിൽ നിന്ന് നമ്മള് നേരിട്ട് അങ്ങ് കയറി ചെന്ന് കഴിഞ്ഞാൽ എന്താവും? നിങ്ങൾ ചിലപ്പോൾ ആട്ടി പറഞ്ഞേക്കും. എന്താകും? ആട്ടി പറഞ്ഞേക്കും. ഇപ്പൊ ഒരു സംശയം ചോദിച്ചിട്ട് ഒരു പബ്ലിക് അതോറിറ്റിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അതിന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞാൽ ഈ ആരാന്ന് എന്തൊക്കെയോ. അപ്പൊ നമ്മളെന്താകും? അതൊരു പ്രത്യേക ഫോർമാറ്റിൽ തയ്യാറാക്കിയിട്ട് എന്താകും? അതിനുവേണ്ടി അപ്ലൈ ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? അതിനെയാണ് എന്ത് പറയുന്നത്? അതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് എന്ത് പറയുന്നത്? റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിൽ പറയുന്നത്. അപ്പൊ നമുക്കതിൽ പഠിക്കാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്താണ് പബ്ലിക് അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിന്നൊക്കെയാണ് നമുക്ക് ആ വിവരം കിട്ടുക? മനസ്സിലാവുന്നുണ്ടോ? പബ്ലിക് അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇന്റലിജൻസ് ഏജൻസീസ് പബ്ലിക് അതോറിറ്റി ആണോ? ഇന്റലിജൻസ് ഏജൻസീസ് ഉണ്ട് അല്ലെ? അത് പബ്ലിക് അതോറിറ്റി ആണോ? ഇന്റലിജൻസ് ഏജൻസീസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഈ സ്പൈകളൊക്കെ ഉണ്ടാവൂലേ? ആണോ? പക്ഷേ അവരെന്താവൂല, RTIയുടെ അണ്ടറിൽ വരില്ല. കാരണം നാഷണൽ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളായിരിക്കും അവരെന്ത് ചെയ്യുന്നുണ്ടാവുക? ഡീൽ ചെയ്യുന്നുണ്ടാവുക. അതിപ്പോ ലോകത്തിൽ എല്ലാവർക്കും അറിയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? അല്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്താ വിഷയം വരിക? ത്രെറ്റ് വരും. എന്ത് വരും? ത്രെറ്റ് വരും. മനസ്സിലാവുന്നുണ്ടോ?
നമുക്ക് ഒരുപാട് വിഷയങ്ങൾ എന്താകും അതുകൊണ്ട് Connected. നമ്മുടെ രാജ്യത്തിന് അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തിന് ആർക്കാവട്ടെ വിഷയങ്ങൾ വരും. അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾ അത് നിങ്ങൾ പഠിക്കൽ വളരെ നിർബന്ധമായ കാര്യമാണ്. മനസ്സിലാവുന്നുണ്ടോ? എവിടുന്നൊക്കെയാണ് ഇപ്പൊ നിങ്ങൾ ഒരു പബ്ലിക് അതോറിറ്റിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ വേണമെന്ന് വിചാരിക്കുക. അപ്പൊ അത് ഏത് ഫോർമാറ്റിൽ കൊടുക്കണം, എന്തൊക്കെയാണ് കിട്ടുക? ഡോക്യുമെന്റ്സ് കിട്ടുമോ, മെമ്മോസ് കിട്ടുമോ, റെക്കോർഡ്സ് കിട്ടുമോ? ഈ ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അതിൽ പെടുക? മെമ്മോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അതിൽ പെടുക? റെക്കോർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അതിൽ പെടുക? ഇതൊക്കെയാണ് എന്താ വേണ്ടത് നമ്മള് പഠിക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതാണ് എന്ത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ? ആദ്യമായിട്ട് ഒരു ചെറിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്ട്, പല ആളുകൾക്കും അറിയില്ല. നമ്മള് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞിട്ടാണ് പറയാ. എന്താ പറയാ? ആർട്ടിക്കിൾ 1, ആർട്ടിക്കിൾ 2 അല്ലേ? പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അത് നമ്മൾ ആർട്ടിക്കിൾ എന്നാണ് പറയാ. എന്താ പറയാ? സെക്ഷൻ എന്നാ പറയാ. അപ്പോ നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത് കോൺസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ട് സെക്ഷൻ എഴുതി വെക്കരുത്. മനസ്സിലായോ? അതുപോലെ തന്നെ ബാക്കിയുള്ള ജനറൽ ലോസിൽ പോയിട്ട് എന്ത് എഴുതി വെക്കരുത്? ആർട്ടിക്കിൾ എന്ന് എഴുതി വെക്കരുത്. ഈ ഒരു ബേസിക് ഡിഫറൻസ് എന്താക്കുക മനസ്സിലാക്കി വെക്കുക. മനസ്സിലായോ? മാറരുത്. പിന്നെ അപ്പോ ഓക്കെ അല്ലേ? അപ്പോ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അതിൽ ഒരുപാട് ആർട്ടിക്കിൾസ് ഉണ്ട്. അപ്പൊ നമുക്ക് പഠിക്കേണ്ടത് മൊത്തം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിലെന്ത് പറയുന്നുണ്ട്? ആരാണ് സിറ്റിസൻസ്? ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആർക്കൊക്കെയാണ് എന്താകുന്നത്? ബാധകമാകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്തൊക്കെയാണ്? ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്തൊക്കെയാണ്? മൗലികമായ അവകാശങ്ങൾ എന്തൊക്കെയാണ്? പിന്നെ ഒരു പ്രിഫേസ് ഉണ്ട് ഭരണഘടനക്ക്. എന്തുണ്ട്? ഒരു പ്രിഫേസ് ഉണ്ട്. പ്രിഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അമെൻഡ് ചെയ്യാൻ പറ്റുമോ? അമെൻഡ് ചെയ്യാൻ പറ്റും. അമെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ ഇല്ലേ? നമ്മൾ അന്ന് ഉണ്ടാക്കിയ ആ ഒരു നിയമം എല്ലാ കാലത്തിനും അനുയോജ്യമാവണമെന്നുണ്ടോ? ഇല്ല. അപ്പോ ഓരോ കാലത്തിനനുസരിച്ച് പല അമെൻമെന്റ്സും എന്താകേണ്ടി വരും? നമ്മൾ വരുത്തേണ്ടി വരും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതിനാണ് എന്ത് പറയാ? അമെൻമെന്റ് എന്ന് പറയാം. അപ്പോ ഏതൊക്കെ പ്രധാനപ്പെട്ട അമെൻമെന്റ്സ് ആണ് ഉള്ളത്? ഭരണഘടനയുടെ പ്രിഫേസിനെ, പ്രിയാമ്പിളിനെ അതിനെ എന്താകാൻ പറ്റുമോ? അമെൻഡ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്താകണം? പഠിക്കണം. പിന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സ് പഠിക്കണം. അത് എല്ലാ മനുഷ്യരും, ഒരു ഇന്ത്യയിലെ എല്ലാ സിറ്റിസൻസും പഠിക്കേണ്ട കാര്യങ്ങളാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. മൗലികമായ അവകാശങ്ങൾ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ അതിൽ തന്നെ കുറെ കേസ് ലോസ് ഉണ്ടാവും. കേസ് ലോസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അല്ലേ? എനിക്ക് ലോന്റെ വേറെ ഏതെങ്കിലും സബ്ജക്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ? അപ്പൊ കമ്പനി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എത്ര ദിവസമായി തുടങ്ങിയിട്ട്? അപ്പൊ കേസ് ലോസ് എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത് ഐഡിയ ഉണ്ടാവും നിങ്ങൾക്ക് അല്ലെ? അപ്പോ ഓക്കെ, ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്തൊക്കെയാണ്? അതിൽ പ്രധാനപ്പെട്ട കേസ് ലോസ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? മനസ്സിലാകുന്നുണ്ടോ? ഒരു പൗരൻ എന്നുള്ള നിലക്ക് നമ്മൾ ഈ രാജ്യത്തോട് ചെയ്യേണ്ട ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ആ കാര്യങ്ങൾ പഠിക്കേണ്ടി വരും. പിന്നെ അങ്ങനെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഇപ്പോ കോൺസ്റ്റിറ്റ്യൂഷനിലാണെങ്കിൽ എന്ത് പറയുന്നുണ്ട്? ലോകസഭനെ കുറിച്ച് പറയുന്നുണ്ട്, രാജ്യസഭനെ കുറിച്ച് പറയുന്നുണ്ട്. അതിന്റെ സ്ട്രെങ്ത് എത്രയെന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണ് അതിലേക്ക് ആളുകളെ എലക്ട് ചെയ്യുക എന്നുള്ളത് പറയുന്നുണ്ട്. എങ്ങനെയാണ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുക എന്നുള്ളത് പറയുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? എങ്ങനെയാണ് പ്രസിഡന്റിനെ ഒഴിവാക്കുക എന്നുള്ളത് എന്താകുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ രാജ്യത്തിന് ആവശ്യമായ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്നത് ഏതിലാണ്? ഇന്ത്യൻ ഭരണഘടനയിലാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം എന്താകണം? നമ്മൾ പഠിക്കണം. നിങ്ങൾക്ക് എത്ര കോഴ്സിന്റെ ഡ്യൂറേഷൻ എത്രയാണ്? 5 മാസം. ജൂണില്. അപ്പോ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമേ എന്താ വേണ്ടതുള്ളൂ, നമ്മള് പഠിച്ചു പോകേണ്ട ആവശ്യമുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മുടെ ക്ലാസിന്റെ
രൂപം എങ്ങനെയാണ് നല്ലത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് Disconnected. ആദ്യം എന്താവുക അതിന്റെ ഡെഫിനിഷൻസ് ജസ്റ്റ് നമ്മളൊന്ന് എഴുതി വെക്കുക. പിന്നെ എന്താവുക അതിന്റെ വിഷയം എന്താന്നുള്ളത് മനസ്സിലാവുക. എന്നിട്ട് നമുക്ക് ജനറൽ ആയിട്ടുള്ള നോളജും അതുപോലെ തന്നെ ഈ ഡെഫിനിഷൻസ് ഒന്ന് മെർജ് ചെയ്തിട്ട് എന്താവുക ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. അപ്പൊ എന്താകും നിങ്ങൾ പിന്നെ എക്സാമിന് മര്യാദക്ക് അന്നാന്ന് എടുക്കണത് അന്നാന്ന് പോയി പഠിച്ചു കഴിഞ്ഞാൽ എക്സാമിന് തന്നെ കൂടുതൽ റിസ്ക് എടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. മനസ്സിലായോ? ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ നമ്മൾ പറഞ്ഞു. പിന്നെ ഏതാ ഉള്ളതെന്ന് അറിയോ ആർക്കെങ്കിലും? പിന്നെ ഏതാ ഉള്ളതെന്ന് അറിയോ? പിന്നെ നമുക്കുള്ളതാണ് ഞാൻ ഇൻട്രഡക്ഷൻ ഇന്നത്തെ ക്ലാസ് ലോ ഓഫ് തോട്ട്സിനെ കുറിച്ച് എടുക്കാന്ന് വിചാരിച്ചിട്ടാണ്. ഒരു 15 മിനിറ്റ് അതിലും കൂടി നമുക്ക് ജനറൽ ആയിട്ട് എന്തെങ്കിലും പറയണം. പിന്നെ വേറെ ഏതാ നമുക്കുള്ളത്? നോക്കിയിട്ടില്ല, സിലബസ് നോക്കിയിട്ടില്ല. നോക്കിയിട്ടുണ്ടെങ്കിൽ പറയൂ ഏതാ ഉള്ളതെന്ന് പറയൂ. ആ ഓക്കെ ശ്രദ്ധിക്കും. പ്രധാനപ്പെട്ട രണ്ട് സംഭവങ്ങൾ പറഞ്ഞുതരാം. BNS BNSS അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ ചില ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. IPC CRPC എന്താണ്? IPC CRPC. IPCയുടെ ഫുൾ ഫോം എന്തായിരുന്നു? ഇന്ത്യൻ പീനൽ കോഡ്. CRPCയുടെ ഫുൾ ഫോം എന്തായിരുന്നു? ക്രിമിനൽ പ്രൊസീജിയർ കോഡ്. ക്രിമിനൽ ഉറക്കം വരുന്നുണ്ടോ? ഫ്രണ്ടിക്ക് ഇരിക്കണോ? ക്രിമിനൽ പ്രൊസീജിയർ കോഡ് എന്താണ്? ക്രിമിനൽ പ്രൊസീജിയർ കോഡ്. IPCയും CRPCയും. പക്ഷെ അതെന്തായി? നിയമം അതിന്റെ പേര് മാറ്റി അതിന്റെ ഉള്ളടക്കങ്ങളും ചെറുതായിട്ട് അങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് ഇപ്പോ വന്ന നിയമമാണ് BNSഉം അതുപോലെ തന്നെ BNSS. BNS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതീയ ന്യായ സംഹിത എന്നാണ്. ഭാരതീയ ന്യായ സംഹിത. BNSS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതീയ നാഗരിക് സുരക്ഷിത് സംഹിത. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. ഇതിപ്പോ എഴുതി വെക്കണം എന്നില്ല, നമ്മൾ ഇതിലേക്കൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വരും. ജസ്റ്റ് എന്താക്കാണ് എഴുതി വെച്ചോണ്ട് കുഴപ്പമില്ല. മനസ്സിലായോ? നമ്മൾ ജസ്റ്റ് ഇൻട്രഡക്ഷൻ എന്തൊക്കെയാ പഠിക്കാം. അഥവാ ശ്രദ്ധിക്ക് ഒന്ന് മെയിൻ ഡിഫറൻസ് പറയാണ്. ഒന്ന് എന്താണ്, എന്തൊക്കെയാണ് കുറ്റങ്ങൾ, അതിന്റെ പണിഷ്മെന്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഒന്നിൽ പറയുന്നത്. IPC പറയുന്നത്. അത് CRPCയിലേക്ക് വരുമ്പോ എന്താകും? അതിന്റെ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ് വരിക എന്നുള്ളതാണ് എന്താവുക നമ്മൾ പഠിക്കുക. അഥവാ ഒരാള് ഒരു സാധനം കട്ടെടുത്ത് കഴിഞ്ഞാൽ എന്താണ് അയാൾക്ക് ശിക്ഷ കിട്ടുക? മനസ്സിലാവുന്നുണ്ടോ? അതിലും നമ്മൾ ഇന്റർപ്രിട്ടേഷൻ വരും കേട്ടോ. അതിലെന്ത് വരും? നമ്മളെ ഇന്റർപ്രിട്ടേഷൻ വരും. കട്ടെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയായിരിക്കണം? ഡിസ്ഹോണസ്റ്റ്ലി ആയിരിക്കണം, നോയിങ്ലി ആയിരിക്കണം. അത് നിങ്ങൾക്ക് അതിന്റെ ബെയർ ആക്ട് വായിച്ചു നോക്കി മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്താവുള്ളൂ? തെഫ്റ്റ് ആവുള്ളൂ. അപ്പോ അത് ഡിസ്ഹോണസ്റ്റ്ലി അല്ല എടുത്തത്, അറിഞ്ഞുകൊണ്ടല്ല എടുത്തത് എന്നുള്ളത് ആണ് എവിടെ തെളിയിക്കുക? കോടതിയിൽ തെളിയിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഞാനിത് ഈ പുസ്തകം എങ്ങനെ എടുത്തു? ഇതെടുത്തത് ഞാനിപ്പോ ഒരു ദുരുദ്ദേശത്തോടു കൂടിയാണ് അത് എടുത്തത് ആണോ? അല്ല. അപ്പോ തെറ്റ് ആവോ? ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ നമ്മളെന്താ ചെയ്യാ? ഞാനിപ്പോ ഇവള് കാണാതെ ഈ ഒരു പാൻ എടുത്തു, ഡിസ്ഹോണസ്റ്റ്ലി ആണ് എടുത്തത്, ദുരുദ്ദേശത്തോടു കൂടിയാണ് എടുത്തത്. പക്ഷെ എന്നാലും കോടതിയിൽ ഇപ്പുറത്തെ ഭാഗം എന്ത് പറയും? ഇത് അങ്ങനല്ല എടുത്തത്, നല്ല ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് എന്തായത് എടുത്തത് എന്ന് പറയും. മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് അതിന്റെ തെളിവുകൾ നമ്മൾ സമർപ്പിക്കും. അതിനെക്കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ മനസ്സിലാക്കുക, ഇന്ത്യൻ പീനൽ കോഡ് എന്താണെന്നുള്ളത് എന്തായി മനസ്സിലായി. എന്തൊക്കെയാണ് കുറ്റങ്ങൾ, എന്തൊക്കെയാണ് അതിനുള്ള ശിക്ഷകൾ, എന്തൊക്കെയാണ്. ഇപ്പോ കട്ടെടുത്ത് കഴിഞ്ഞാൽ എന്താണ് ശിക്ഷ? മനസ്സിലാവുന്നുണ്ടോ? അതൊക്കെ പറയണതാണ് എന്ത്? ഇന്ത്യൻ പീനൽ കോഡ്. അതിന്റെ പുതിയ പേരാണ് എന്ത്? BNS എന്ന് പറയുന്നത്. ഫസ്റ്റ് നിങ്ങൾക്ക് പറയുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകും, പിന്നെ കുറെ അങ്ങനെ കേൾക്കുമ്പോൾ എന്താകും? അതുകൊണ്ട് മനസ്സിലായിക്കോ. ശ്രദ്ധിക്കട്ടോ. കിടക്കല്ലേ, കൈയെടുക്കും.
ഇവിടെ കുറെ സീറ്റുകൾ ഫില്ലാവാണ്ട്, വേണമെങ്കിൽ ഇരിക്കാം. എന്തൊക്കെ ഇരിക്കണം? ഹലോ, കഴിഞ്ഞു. സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ കഴിയും. ഇനി അടുത്തത് ശ്രദ്ധിക്കണേ. അടുത്ത എന്താണ്? CRPC ആണ്. അടുത്ത എന്താണ്? CRPC. എന്താണ് CRPCയുടെ പ്രത്യേകത? CRPC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതിയിൽ എങ്ങനെയാണ് നിയമങ്ങൾ തീരുമാനിക്കേണ്ടത്, അല്ലെങ്കിൽ കോടതിയുടെ ക്രമം, പ്രൊസീജിയേഴ്സ് ആണ്. എന്താണ്? പ്രൊസീജിയേഴ്സ് ആണ്. അഥവാ ഒരാളിൽ നിന്ന് ഒരു കഞ്ചാവ് പിടിച്ചു കഴിഞ്ഞാൽ, കഞ്ചാവ് പിടിച്ചു വിചാരിക്കുക, കഞ്ചാവ് പിടിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ കോടതിക്ക് വന്ന് നോക്കുക, അപ്പൊ കാണാം ഓരോ ആൾക്കാരെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് 35 കിലോഗ്രാം കഞ്ചാവ് പിടിച്ചതാണ്, 75 കിലോഗ്രാം കഞ്ചാവ് പിടിച്ചതാണ്. കഞ്ചാവ് പിടിച്ചു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ പ്രൊസീജിയർ? അതിനെ തൂക്കണം. മനസ്സിലാവുന്നുണ്ടോ? അത് എത്ര എമൗണ്ട് എന്നുള്ളത് തൂക്കണം. അങ്ങനെ അത് പിടിക്കുന്ന സമയത്ത് ആരൊക്കെ അവിടെ ഉണ്ടായിരിക്കണം? പോലീസ് അല്ലാതെ, ഇപ്പൊ പോലീസിന് കുറച്ച് കഞ്ചാവ് എടുത്തിട്ട് ഒരാളെ പോക്കറ്റിലിട്ട് എടുക്കാലോ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അവിടെ വേറെ ആരാണ് ഉണ്ടാവേണ്ടത്? അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ടാവും. കുറ്റങ്ങളല്ല, ഇത് എങ്ങനെയാണ് സംഭവങ്ങൾ നടക്കേണ്ടത് എന്ന് പറയുന്നതാണ് എന്ത്? CRPC എന്ന് പറയുന്നത്. എന്ത്? CRPC. അപ്പൊ അങ്ങനെയാണ് അതിന്റെ ഫുൾ ഫോം എന്തായത്? ക്രിമിനൽ പ്രൊസീജിയർ കോഡ് എന്നായത്. എന്തായത്? ക്രിമിനൽ പ്രൊസീജിയർ കോഡ് എന്നായത്. അപ്പോ ഇത് രണ്ടും, ഇതില് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താകണം? നമുക്ക് പഠിക്കണം. IPC നമ്മൾ പഠിക്കണം. നിങ്ങളുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിക്കേണ്ട കുറച്ച് എന്തുണ്ട്? സെക്ഷൻസ് ഉണ്ട്. അത് നിങ്ങൾ എന്താകണം? പഠിക്കണം. പിന്നെ ആ അങ്ങനെയുള്ള പല പ്രൊസീജിയേഴ്സും, നിങ്ങളെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രൊസീജിയേഴ്സ് നിങ്ങൾ പഠിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ആ കാര്യങ്ങളൊക്കെ എന്താവുക, നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്തെ സെക്ഷൻ വൈസ് അങ്ങനെ എഴുതി വെക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ അതെന്താണ്? പ്ലസ് പോയിന്റ് ആണ്. പക്ഷെ നിയമത്തിന്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ സെക്ഷൻ വൈസ് ചിലപ്പോൾ പലപ്പോഴും നമുക്ക് എന്താ കഴിയില്ല, എഴുതാൻ കിട്ടൂല. അഥവാ എക്സാമിന്റെ സമയത്ത് നമ്മുടെ ചിന്ത മൊത്തം ആ സെക്ഷനിൽ കൂടെ കയറും. 38, 39. പക്ഷെ അതിന്റെ ഉള്ളടക്കം എന്താണെന്നുള്ളത് നമുക്ക് കൂടുതൽ എന്താ ശ്രദ്ധിക്കൂല. പക്ഷെ സെക്ഷൻ ഉണ്ടാവാൻ നല്ലതാണ്. പക്ഷെ അതിന് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കേണ്ടത് എന്തിനാണ്? അതിന്റെ ഉള്ളടക്കത്തിനാണ്. മനസ്സിലാവുന്നുണ്ടോ? എന്തൊക്കെയാണ് അതിൽ പറയുന്നത്? തെഫ്റ്റിന്റെ കാര്യം പറഞ്ഞ പോലെ തെഫ്റ്റിന്റെ സെക്ഷൻ നിങ്ങൾക്ക് അറിയാം. ഈ ഡിസ്ഹോണസ്റ്റ്ലി എന്നുള്ളത് എന്താന്നുള്ളത് വിശദീകരിച്ചില്ല, നോയിങ്ലി എന്നുള്ളത് എന്താന്നുള്ളത് വിശദീകരിച്ചില്ല. മാർക്ക് കിട്ടുമോ? അപ്പൊ രണ്ടും കൂടെ ഒപ്പം നടന്നോളണമെന്നില്ല. കൂടുതൽ നിങ്ങൾ ശ്രദ്ധ എന്തിനു കൊടുക്കുക? അതിന്റെ കോണ്ടെക്സ്റ്റ് എന്താവുക, അതിന്റെ ഉള്ളടക്കത്തിന് എന്താവുക, കൂടുതൽ പ്രാധാന്യം കൊടുക്കുക എന്ന്. ഓക്കെ, അപ്പോ IPC CRPC നമ്മൾ പറഞ്ഞു. പിന്നെ എവിഡൻസ് ആക്ട്. എന്താണ് എവിഡൻസ് ആക്ട്? അഥവാ ഞാൻ പേരെന്തായിരുന്നു? ജിൻഷാദ്. ഞാൻ ജിൻഷാദിന് എന്തായി ഒരു 1 lakh കടം കൊടുത്തു. 1 lakh കടം കൊടുത്തു. ആ കടം കൊടുത്തിട്ട് അവൻ അതിന്റെ സ്ക്രീൻഷോട്ടും അയച്ചു കൊടുത്തു. എന്താ അയച്ചു കൊടുത്തു? സ്ക്രീൻഷോട്ടും അയച്ചു കൊടുത്തു. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ അവനോട് ചോദിച്ചു, ഞാൻ നിനക്ക് കഴിഞ്ഞ മാസം 1 ലക്ഷം തന്നിരുന്നില്ലേ, നീ എന്താ തരാത്ത്? അവൻ പറഞ്ഞു പിന്നെ തരാം, അടുത്ത മാസം തരാം. അങ്ങനെ ഒരുപാട് മാസങ്ങൾ കഴിഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ എന്താ ചെയ്യാ? കോടതി പോവും. ഞാൻ എന്താ ചെയ്യാ? കോടതി പോവും. കോടതി പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ട് അവിടെ. അഥവാ എന്റെ അടുത്തുള്ള തെളിവ് എന്താ? സ്ക്രീൻഷോട്ടാണ്. എന്താണ്? സ്ക്രീൻഷോട്ടാണ്. ഇലക്ട്രോണിക് എവിഡൻസ് കോടതിയിൽ നിൽക്കുമോ ഇല്ലയോ ഒരു ചോദ്യമാണ്. എന്താണ്? ഒരു ഇലക്ട്രോണിക് എവിഡൻസ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ ഒരു വീഡിയോ എടുത്തു വിചാരിക്കാം. അതൊന്നും വേണ്ട. സിമ്പിൾ ആയിട്ട് ഒരു ഒഫൻസ് നടക്കണത് എന്തായി? വീഡിയോ എടുത്തു. ആ വീഡിയോ കോടതിക്ക് കേൾക്കാൻ പറ്റോ ഇല്ലേ? മനസ്സിലാവുന്നുണ്ടോ? അതെന്താണ്? ഒരു ഇലക്ട്രോണിക് എവിഡൻസ്. നമ്മളെന്താ ചെയ്യാ? ആ വീഡിയോന്റെ ഹാഷ് വാല്യൂ നോക്കും. കേട്ടുക്കണം? ഹാഷ് വാല്യൂ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അഥവാ ഓരോ ഇലക്ട്രോണിക് എവിഡൻസിനും അതിൻ്റെതായ യുണീക്ക് നമ്പേഴ്സ് ഉണ്ടാവും. എന്തുണ്ടാവും? യുണീക്ക് നമ്പേഴ്സ് ഉണ്ടാവും. അപ്പൊ നമ്മൾ പെറ്റീഷൻ കൊടുക്കുമ്പോൾ എന്താ ചെയ്യാന്നറിയോ? ഇന്ന ഫോണിലുള്ള, ഇപ്പൊ ഐഫോൺ ആണെങ്കിൽ ഐഫോണ് ഇന്ന കളറിലുള്ള, ഇത്ര GB സ്റ്റോറേജ് ഉള്ള ഇതിലുള്ള ഈ നമ്പർ വീഡിയോ, അതിന്റെ ഹാഷ് വാല്യൂ ഇന്നതാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ എന്താ
തെളിവ് കൊടുക്കുക. ആ തെളിവ് എടുക്കാൻ പറ്റുമോ ഇല്ലേ, അത് നമുക്ക് എവിടെ നിന്ന് കിട്ടുക? IPC കിട്ടുമോ, CRPC കിട്ടുമോ? ഇല്ല. അതിനാണ് എന്ത് എവിഡൻസ് ആക്ട് എന്ന് പറയുന്നത്. എന്ത് എവിഡൻസ് ആക്ട് എന്ന് പറയുന്നത്. അഥവാ ഏതൊക്കെ എവിഡൻസ് ആണ് കോടതിയിൽ നിൽക്കുക. ആ എവിഡൻസ് തന്നെ പല രൂപത്തിലുണ്ട്. പ്രൈമറി എവിഡൻസ് ഉണ്ട്, സെക്കൻഡറി എവിഡൻസ് ഉണ്ട്. അഥവാ എന്റെ കയ്യിലൊരു പ്രൈമറി എവിഡൻസ് ഉണ്ട്, ഇവന്റെ കയ്യിലൊരു സെക്കൻഡറി എവിഡൻസ് ഉണ്ട്. അവിടെ ഏതാ പ്രിവെയിൽ ചെയ്യുക? പ്രൈമറി എവിഡൻസ് ആണ് പ്രിവെയിൽ ചെയ്യുക. അപ്പൊ അത് പറയണ നിയമം ഏതാണ്? എവിഡൻസ് ആക്ട് ആണ്. മനസ്സിലാവുന്നുണ്ടോ? അതിനെ കുറിച്ച് നമ്മൾ എന്താവണം, പഠിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഇനി നമുക്ക് എന്താവാം, ഇന്നത്തെ മെയിൻ വിഷയത്തിലേക്ക് വരാം. എന്തിലേക്ക് വരാം? ഇന്നത്തെ മെയിൻ വിഷയത്തിലേക്ക് വരാം. എഴുതി വെച്ചു. ഹെഡിങ് എഴുതിക്കോ. ലോ ഓഫ് ടോർട്ട്, TORT. ലോ ഓഫ് ടോർട്ട്, TORT. എഴുതിയില്ലേ? നിങ്ങൾ പുസ്തകത്തിലല്ല എഴുതണതെങ്കിലേ ഫോണിൽ എന്താവുക, സ്കാൻ ചെയ്ത് അന്നത്തെ സംഭവം സ്കാൻ ചെയ്ത് വെക്കട്ടോ. മനസ്സിലായോ? എന്നാലേ അത് നിൽക്കുള്ളൂ. ചിലപ്പോ നിങ്ങളെ കയ്യിലുള്ളത് അവിടെ ഇവിടെ ഒക്കെ കൊണ്ടുപോയി വെച്ചിട്ട് 2 മാസം കഴിഞ്ഞാൽ എവിടെ വെച്ചെന്നുള്ളത് എന്താവില്ല, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. മനസ്സിലാവുണ്ടോ? അപ്പോ പുസ്തകത്തിലല്ല എഴുതുന്നതെങ്കിൽ അന്നാന്ന് എടുക്കണത് അന്നാ തന്നെ സ്കാൻ ചെയ്ത് വെക്കുക. ഓക്കെ, അതിന് ആകെ 2 മിനിറ്റ് ചെലവാക്കിയാൽ മതി. ഞാൻ സ്കാൻ ചെയ്യണല്ലോ എന്ന് ആലോചിച്ചിട്ട് ആ ടൈം സ്കിപ്പ് ചെയ്ത് കളഞ്ഞാൽ പിന്നെ നമുക്ക് എന്താവില്ല, ആ സംഭവം കിട്ടൂല. പിന്നെ ബാക്കിയുള്ളവരിൽ നിന്ന് നിങ്ങൾക്ക് മേടിക്കുക എന്ന് പറയുകയാണെങ്കിലും ചിലപ്പോ ആ സമയത്ത് പെൺകുട്ടിയോട് സ്കാൻ ചെയ്ത് വിട്ടൊന്നുമില്ല. മനസ്സിലാവുണ്ടോ? മനസ്സിലാവുണ്ടോ? അപ്പോ അവനാന്റെ പോയിന്റുകൾ അവനാൻ എന്താവുക, മനസ്സിലാകുന്ന രൂപത്തിൽ എഴുതി വെക്കുക. ലോ ഓഫ് ടോർട്ട് എന്താണ്? ലോ ഓഫ് ടോർട്ട്, TORT. നിങ്ങൾ ആദ്യമായിട്ട് ഒരു പോയിന്റ് എഴുതിക്കോ. Tort is a civil wrong. Tort is a civil wrong. WRONG. Tort is a civil wrong. എഴുതിയോ? പോയിന്റ് വിശദീകരിക്കാം, ശ്രദ്ധിച്ചോ. നീ പേന വെക്ക്, നീ പേന വേണ്ട, നീ മൈൻഡ് ശ്രദ്ധിക്കും. എന്താണ് ലോ ഓഫ് ടോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഇന്ത്യയിൽ 2 തരത്തിലുള്ള നിയമങ്ങളുണ്ട്. എത്ര തരത്തിലുള്ള നിയമങ്ങളുണ്ട്? 2 തരത്തിലുള്ള നിയമങ്ങളുണ്ട്. പ്രധാനമായിട്ടും 2 തരത്തിലുള്ള നിയമങ്ങളുണ്ട്. ഇതിലൊന്നാണ് പറഞ്ഞോ, സിവിൽ ലോ. മറ്റൊന്നാണ് എന്ത്? ക്രിമിനൽ ലോ. മനസ്സിലാവുന്നുണ്ടോ? ഒന്നെന്താണ്? സിവിൽ ലോ ആണ്, മറ്റൊന്നെന്താണ്? ക്രിമിനൽ ലോ ആണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ടോർട്ട് എന്താണെന്ന് നമ്മൾ ഫസ്റ്റ് എഴുതിയത് സിവിൽ റോങ്. സിവിൽ നാച്ചുറലുള്ള ഒരു സംഭവമാണ് എന്ത്? ടോർട്ട് എന്ന് പറയുന്നത്. ക്രിമിനൽ സംഭവം അല്ല എന്ത്? ടോർട്ട്. മനസ്സിലായോ? ഇനി വേറെ കാര്യം, നമ്മളിപ്പോ ഒരുപാട് ആക്ടുകളും ഒരുപാട് സെക്ഷൻസ് പറഞ്ഞു. എവിഡൻസ് ആക്ട് പറഞ്ഞു, IPC പറഞ്ഞു, CRPC പറഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ ഈ ടോർട്ടിന്റെ പ്രത്യേകത എന്താ അറിയോ? ടോർട്ടിന് കോഡിഫൈഡ് ആയിട്ടുള്ള നിയമമില്ല. ടോർട്ടിന് എന്തില്ല? കോഡിഫൈഡ് ആയിട്ടുള്ള നിയമമല്ല. ഇപ്പോ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ആർട്ടിക്കിൾസ് ഒക്കെ എഴുതിയ ഒരു പുസ്തകം കാണിച്ചു കൊടുക്കാൻ പറ്റും. പക്ഷേ ലോ ഓഫ് ടോർട്ട് എന്നുള്ളത് സെക്ഷൻ വൈസ്ഡ് ആയിട്ട് തരംതിരിച്ചതാണോ, അല്ലെങ്കിൽ ആർട്ടിക്കിൾ വൈസ്ഡ് ആയിട്ട് ഇങ്ങനെ സെക്ഷൻ 1, 2, 3 അങ്ങനെ പറഞ്ഞ് തരംതിരിച്ചതാണോ? അല്ല. ആണോ? അല്ല. ടോർട്ട് എന്താണ്? പലതരത്തിലുള്ള നിയമങ്ങളിലൂടെ വന്നൊരു സംഭവമാണ്, അല്ലെങ്കിൽ പലതരത്തിലുള്ള ഓരോ അവസരങ്ങൾക്കനുസരിച്ച് വന്നതാണ്. പ്രധാനമായിട്ടും ബ്രിട്ടീഷുകാരിൽ നിന്ന് വന്ന നിയമങ്ങളാണ് ലോ ഓഫ് ടോർട്ട് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഏതുപോലെ ബ്രിട്ടീഷുകാർ നമുക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തുകൂടെ? മനസ്സിലായില്ലേ? റെയിൽവേ ബ്രിട്ടീഷുകാർ നൽകിയ ഉപകാരമാണ് അല്ലേ? അല്ലെങ്കിൽ ഇവിടെ റെയിൽവേ ഉണ്ടാകുമോ? ഒരു പാർട്ടിക്കാർ ഇവിടെ സമരം ഉണ്ടാക്കും, അടുത്ത പാർട്ടിക്കാർ അപ്പുറത്ത് സമരം ഉണ്ടാക്കും. വരുമോ? റെയിൽവേ ഒക്കെ കറക്റ്റായിട്ട് വരുമോ? ഇല്ല.
ബ്രിട്ടീഷുകാർ എന്നാണ്. അതുപോലെ ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷ് ലോവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട അവരിന്നാണ് കൂടുതലായിട്ട് എന്തായിട്ടുള്ളത് വന്നിട്ടുള്ളത്. ഏതുപോലെ പറഞ്ഞാൽ ആർട്ടിക്കിൾ 14 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഉണ്ട്, മനസ്സിലാവുന്നുണ്ടോ? ആർട്ടിക്കിൾ 14 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വിച്ച് സേസ് ഈക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. എന്താണ് ഈക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ? തമ്മിൽ ഡിഫറൻസ് ഉണ്ട് ഇല്ലേ? ആ രണ്ട് പദങ്ങളും രണ്ട് രാജ്യങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എടുത്തതാണ്, മനസ്സിലാവുന്നുണ്ടോ? രണ്ട് രാജ്യങ്ങളിൽ നിന്ന് എടുത്താണ്. ഈക്വാലിറ്റി ബിഫോർ ലോ അതിന് കുറച്ചൊരു അധികാര സ്വരമുണ്ട്. ഈക്വാലിറ്റി ബിഫോർ ലോ മനസ്സിലാവുന്നുണ്ടോ? നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്, ആരും നെകളിച്ചിട്ട് എന്തില്ല കാര്യമില്ല. നിയമത്തിന് മുന്നിൽ എന്താണ് എല്ലാവരും തുല്യരാണ്. അത് എവിടുന്ന് വന്നതാണ്? അങ്ങനെ കുറച്ച് ധാർഷ്ട്യം ഒക്കെ ഉള്ള ഒരു രാജ്യം ഏതാണ്? ആരാണ്? ബ്രിട്ടീഷുകാരിൽ നിന്ന് വന്നാണ്. എവിടെ നിന്നാണ്? ബ്രിട്ടീഷിൽ നിന്ന് വന്നാണ്, മനസ്സിലാവുന്നുണ്ടോ? ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ, എല്ലാവർക്കും പ്രൊട്ടക്ഷൻ ഉണ്ട്. നിങ്ങൾ ആരും പേടിക്കണ്ട, എല്ലാവർക്കും നമ്മൾ പ്രൊട്ടക്ഷൻ ഉണ്ട്. എല്ലാവർക്കും നിയമത്തിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇത് എവിടുന്നായിരിക്കും വന്നിട്ടുണ്ട്? നല്ല ലിബറൽ ആയിട്ടുള്ള ഒരു കൺട്രി അതാണ്, നല്ല ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു കൺട്രി. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ നിന്ന് ഒന്നാണ്. എവിടെ നിന്നാണ്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ നിന്ന് ഒന്നാണ്, മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ പറഞ്ഞു വരുന്നത് നമുക്ക് എവിടുന്നപ്പം ഇങ്ങോട്ട് എത്തിയത്? യെസ്, ടോട്ട് കൂടുതലായിട്ടും എവിടുന്ന് ഡിറൈവ് ചെയ്ത് വന്നാണ്? ബ്രിട്ടീഷുകാരിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വന്നതാണ്, മനസ്സിലാവുന്നുണ്ടോ? മറ്റേ ഞാൻ സാഹചര്യത്തിനനുസരിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നോളൂ. ഓക്കെ, അതിന് നിങ്ങൾക്ക് ആർട്ടിക്കിൾ 14 പഠിക്കുമ്പോൾ ഒന്നും കൂടി മനസ്സിൽ നിന്നോളൂ. ഓക്കെ, ശ്രദ്ധിക്കും. കഴിഞ്ഞു. ഒരു മണിക്കൂറിന്റെ അടുത്തുള്ളൂ. ഓക്കെ, ബോറടിക്കുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാന്ന് പറയണ്ട. ഉണ്ടോ? നിങ്ങക്ക് സാധാരണ 2 മണിക്കൂർ തന്നെയാണോ ക്ലാസ് ഒരു സെഷൻ? എത്ര? 3 മണിക്കൂർ? 1 മണിക്കൂർ? എങ്ങനെ? 3 മണിക്കൂർ? 3 മണിക്കൂർ. അപ്പൊ നിങ്ങൾക്ക് 2 വലിയ വിഷയം ഉണ്ടാവില്ല, ശ്രദ്ധിക്കാം. ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റുന്നാലോ, ഒന്ന് റിഫ്രഷ് ആവാൻ. ഇരുന്നിട്ട് നിങ്ങൾക്ക് മടുക്കില്ല ചെറുതായിട്ട്? ഒരൊറ്റ മിനിറ്റ്, ജസ്റ്റ് പോവല്ലേ? ഏമാ Connected. Connected. Disconnected. Connected. Okay. Disconnected. വെള്ളം കുടിക്കാൻ കുറെ പോണം, പോയാൽ വരുന്നില്ല. Disconnected. Connected. പോയാ വിളിക്കാൻ വേറെ ആള് പോണോ? വരില്ലേ? 10 മിനിറ്റ് കഴിഞ്ഞിട്ട് അന്വേഷിച്ചല്ലേ? ശരി. ഓക്കെ, അപ്പൊ കുറച്ചൊക്കെ സെറ്റ് ആയില്ലേ? മടുപ്പുണ്ടാവും, സ്വാഭാവികം. ശരി. Disconnected. Connected. ഓക്കെ, ഇനി Disconnected. Connected. ജസ്റ്റ് ഒന്ന് വെള്ളം കുടിച്ചോ. പെട്ടെന്ന്. Disconnected. അതെല്ലാവരും പാടെ പോയി കഴിഞ്ഞാലേ. Connected. Connected.
Disconnected. Connected. Disconnected. Connected. Disconnected. Connected. മതി, ശ്രദ്ധിക്ക്. അപ്പോ ടോർട്ട് എന്താന്നുള്ളതിനെ കുറിച്ചൊരു മൊത്തത്തില്, കാരണം നമ്മൾ പറഞ്ഞു തുടങ്ങിയിട്ടില്ല, ഇത് 100-ൽ 1% മനസ്സിലാവുന്നുണ്ടോ? ടോർട്ട് എന്താന്നുള്ള ഏകദേശം ഐഡിയ മനസ്സിലായല്ലോ. അപ്പൊ ടോർട്ടിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ, ജനറൽ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ, ടോർട്ട് ഈസ് നോട്ട് എ കോഡിഫൈഡ് ലോ. കോഡിഫൈഡ് ലോ ആണോ? അല്ല. ഇറ്റ് സിംപ്ലി മീൻസ് എ സിവിൽ റോങ്. എന്താണ്? സിവിൽ റോങ് ആണ്. ടോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സിവിൽ റോങ്. ഇനി ടോർട്ട് സിവിൽ റോങ് ആണ് എന്നുള്ളത് ഒരു ആക്ടിൽ, ഒരു സെക്ഷനിൽ പറയുന്നുണ്ട്. അത് എവിടെയാണ് പറയണത്? ലിമിറ്റേഷൻ ആക്ട് സെക്ഷൻ 2 ക്ലോസ് M. ലിമിറ്റേഷൻ ആക്ട് അടുത്ത പോയിന്റ് ആയി എഴുതി വെച്ചു. സെക്ഷൻ 2 ക്ലോസ് M. ക്ലോസ് M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ആ 2 ഇതിനുള്ളിൽ M എന്നിട്ട് സെക്ഷൻ 2 ക്ലോസ് M. ലിമിറ്റേഷൻ ആക്ട് സെക്ഷൻ 2 ക്ലോസ് M. അപ്പൊ അങ്ങനെ ആ 2 വരയുടെ ഉള്ളിലായിട്ട് വരുന്ന സംഭവങ്ങൾ നമ്മൾ എന്താ പറയാ? ക്ലോസ് എന്നാണ് പറയാ. ക്ലോസ് എന്ന് പറയാം. സെക്ഷൻ 2 ക്ലോസ് M-ല് എന്ത് പറയുന്നുണ്ട്? ടോർട്ട് ഈസ് എ സിവിൽ റോങ് എന്ന് പറയുന്നുണ്ട്. ഇത് എന്തിനാണ് പറഞ്ഞതെന്നും മനസ്സിലായോ? നിങ്ങൾക്ക് എക്സാം എഴുതുന്ന സമയത്ത് എന്താവുക? ഇത് എഴുതി വെക്കുക. അപ്പൊ നോക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും, ഓ ഇവൻ ടോർട്ട് മാത്രമൊന്നല്ല, പലതിലും പുലിയാണെന്ന് എന്താകും മനസ്സിലായില്ലേ? അപ്പൊ ഒരു ഇംപ്രഷൻ കിട്ടില്ലേ? ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. അപ്പൊ ഒരു നല്ലൊരു ഇംപ്രഷൻ കിട്ടും. ഓക്കെ, അപ്പോ ലിമിറ്റേഷൻ ആക്ട് 2 ക്ലോസ് M-ലാണ് എന്ത് പറയുന്നത്? ടോർട്ട് ഈസ് എ സിവിൽ റോങ് എന്ന് പറയുന്നത്. ഇനി എസെൻഷ്യൽസ് ഓഫ് ടോർട്ട് എന്ന് പറഞ്ഞിട്ട് എഴുതി. എസെൻഷ്യൽസ് ഓഫ് ടോർട്ട്. Disconnected. Connected. Connected. ഒന്നാമത്തെ എഴുതിക്കോ. There should be a plaintiff and a defendant. There should be a plaintiff and a defendant. A plaintiff and a defendant. DEFA. Disconnected. Plaintiff. PLAINTIFF. അത് plaintiff. And a defendant. DEFA. NDANT. രണ്ടാമത്തെ T ആണ്. Disconnected. Defendant. NDANT. ഓക്കെ, ഇനി ആ പ്ലെയിന്റിഫിന്റെ അവിടെ അതിന്റെ മലയാളം എഴുതിക്കോ. അന്യായക്കാര്. അതിന്റെ മലയാളം ടേം ആണ് കേട്ടോ. അന്യായക്കാര്. ഓക്കെ, നിങ്ങൾ കേരളത്തിലാണ് ജോലി ചെയ്യണതെങ്കിലേ ലോവർ കോഴ്സിൽ ഇംഗ്ലീഷ് ആവൂല എല്ലായിടത്തും, മനസ്സിലായോ? ഹൈക്കോർട്ട് മുതലാണ് അത് ഇംഗ്ലീഷ്. ഹൈക്കോർട്ടിൽ തന്നെ പലതും മലയാളത്തിലാണ്, മനസ്സിലായോ? ലോവർ കോഴ്സിൽ അധികം ജഡ്ജിമാരൊക്കെ ആരാണ്? മലയാളികളാണ്. അപ്പൊ
പത്രിക അങ്ങനെയൊക്കെ. ജോലി ഇല്ലാത്ത ആളെന്താ പറയാന്നറിയോ? സ്വസ്ഥം എന്ന് പറയാ. എന്താ പറയാ? സ്വസ്ഥം. ജോലി ഇല്ലാത്ത ആളെന്താ പറയാ? സ്വസ്ഥം എന്ന് പറയാ. ശ്രദ്ധിക്ക്. അപ്പൊ അത് കാണുമ്പോ എന്താ പാടില്ല? അന്തം വിടാൻ പാടില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് പ്ലെയിൻറ്റിഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വസ്ഥല്ല, അന്യായക്കാരൻ. എന്താണ്? അന്യായക്കാരൻ. പ്ലെയിൻറ്റിഫ് ആരാണ്? അന്യായക്കാരൻ. ഡിഫൻഡന്റ് ആരായിരിക്കും അപ്പോ? എതിർകക്ഷി. Disconnected. Connected. ശ്രദ്ധിക്ക്. Disconnected. Connected. സബ് ക്ലോസ് പറഞ്ഞു കഴിഞ്ഞാൽ 2 ക്ലോസ്, M ക്ലോസ്, 1 അങ്ങനെ ഉണ്ടാവും. ചെയ്യാം. Connected. 2 ക്ലോസ്, M ക്ലോസ്, 1 മനസ്സിലാവുന്നുണ്ടോ? അതെന്താണ്? സബ് സെക്ഷൻ ആണ്. സബ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ആർട്ടിക്കിൾ 1 അല്ലെങ്കിൽ സെക്ഷൻ 5 എന്ന് വിചാരിക്കാം. ആ സെക്ഷൻ 5 എന്തുണ്ടാകും? 5A ഉണ്ടാവും, 5A ഉണ്ടാവും, 5B ഉണ്ടാവും, 5C ഉണ്ടാവും. അതിനാണ് നമ്മൾ സാധാരണ എന്ത് പറയാറ്? സബ് സെക്ഷൻ എന്ന് പറയാറ്. പക്ഷെ സബ് ക്ലോസ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ എന്താ പറയാ? 2 ക്ലോസ് M. ഇനി 2 ക്ലോസ് M എന്നല്ല കേട്ടോ. 2 ക്ലോസ് M എന്ന് പറഞ്ഞിട്ട് 1 ഉണ്ടാവും, 2 ക്ലോസ് M എന്ന് പറഞ്ഞിട്ട് 2 ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? അതൊക്കെ ആ നിയമത്തിൽ അമെന്റ്മെന്റ് വരുന്നതിനനുസരിച്ച് എന്താകും? അതിനനുസരിച്ച് മാറ്റം ഉണ്ടാവും. അത് മാറണ്ട. അവൻ ചോദിച്ചൊരു വാലിഡ് ചോദ്യമാണ്. മനസ്സിലാവുന്നുണ്ടോ? സബ് ക്ലോസ്, സബ് സെക്ഷൻസ് അതെന്താ? അത് അങ്ങനെ ഒരു വലിയ വിഷയമല്ല. അതിനൊക്കെ ഇന്റർചേഞ്ചബിൾ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉപയോഗിക്കാം, വിഷയമല്ല. ഓക്കെ. ഇനി നമ്മളെവിടെ പറഞ്ഞിട്ട് ഡിഫൻഡ് എന്ന് പറഞ്ഞാൽ ആരാണ്? എതിർകക്ഷിയാണ്. ഇപ്പൊ ഞാൻ നേരത്തെ ഞാനും ജംഷാദും അല്ലേ? ജിൻഷാദ് എനിക്ക് എന്ത് തരാണ്ട്? കുറച്ച് ഫണ്ട് തരാണ്ട് അല്ലേ? എത്രയായിരുന്നു? അപ്പോ ഞാന് എവിടെ പോയി? കോടതിയിൽ പോയി. ഞാൻ ഒരു വക്കീലിനെ കണ്ടു. അപ്പൊ വക്കീൽ എന്തായി? ഒരു അന്യായം ബോധിപ്പിച്ചു. എന്തായി? ഒരു അന്യായം ബോധിപ്പിച്ചു. നമ്മൾ സൂട്ട് എന്ന് പറയും. എന്താ പറയാ? സൂട്ട് എന്ന് പറയും. ആ അന്യായം നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കി കൊടുത്തു. അവിടെ പ്ലെയിൻറ്റിഫ് ആരാ? പരാതിക്കാരനാരാ? ഞാനാണ്. ആരാണ്? ഞാനാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവനക്കൊരു നോട്ടീസ് പോകും. കോടതി എന്തായിരിക്കും? ഒരു നോട്ടീസ് അയക്കും. ആർക്ക്? അപ്പുറത്തുള്ള ആളാരായിരിക്കും? അപ്പോ ഡിഫൻഡന്റ്. ആരാണ്? എതിർകക്ഷി. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ നമ്മള് എവിടുന്നാണ് ഇതൊക്കെ പറഞ്ഞു വന്നത്? ടോർട്ടിന്റെ എസെൻഷ്യൽസ് എന്തൊക്കെയാണെന്നുള്ളത്. എന്തൊക്കെയാണ്? ഫസ്റ്റത്തെ എന്താണ് പറഞ്ഞത്? there should be a plaintiff and defendant. ഇനി രണ്ടാമത്തേത് there should be a wrongful act or omission. A wrongful act or omission. There should be a wrongful act or omission. 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 Disconnected. OMISSION. Okay. There should be a wrongful act or omission. അവിടെ എന്താ നമുക്ക് മനസ്സിലായി? ശ്രദ്ധിക്ക്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. 2 ഉദാഹരണങ്ങൾ പറയാം. ശ്രദ്ധിച്ചോ. ഒരു ബെഗർ, ഒരു പിച്ചക്കാരൻ, മനസ്സിലായില്ലേ? അയാൾ ഇങ്ങനെ അല്ലാതെ സ്റ്റാർവ് ചെയ്തിട്ട് ഇങ്ങനെ മരിക്കാനായി കിടക്കാം. അയാളെന്താണ്? മരിക്കാനായി കിടക്കാം. പക്ഷെ അതിന്റെ അടുത്തുകൂടെ നമ്മളിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് അയാളെ മൈൻഡ് ചെയ്തില്ല. ആളെന്തായില്ല, ഞാൻ മൈൻഡ് ചെയ്യാതെ പോയി. അങ്ങനെ ആള് മരിച്ചു കഴിഞ്ഞു. ഞാൻ കുറ്റക്കാരനാണോ? ഞാൻ കുറ്റക്കാരനാണോ? ആണോ? അല്ല. കാരണം എന്റെ ലീഗൽ ഡ്യൂട്ടി അല്ല അദ്ദേഹത്തിന്
ഫുഡ് കൊടുക്കണം എന്നുള്ളത്? ആണോ? എന്റെ നിയമപരമായ ഡ്യൂട്ടിയാണോ അദ്ദേഹത്തിന് ഫുഡ് കൊടുക്കണം എന്നുള്ളത്? അല്ല. Connected. മറിച്ച് എന്താണ്? എന്റെ മോറൽ ഡ്യൂട്ടിയാണ്. എന്താണ്? എന്റെ മോറൽ ഡ്യൂട്ടിയാണ് അദ്ദേഹത്തിന് എന്ത് കൊടുക്കണം? ഫുഡ് കൊടുക്കണം എന്നുള്ളത്. ഞാൻ കുറ്റക്കാരനാണോ? അല്ല. Disconnected. Connected. ഞാൻ കോടതിയിൽ കുറ്റക്കാരനല്ല, പക്ഷെ എന്റെ മനസ്സിൽ എന്തുണ്ടാകും? ഒരു ചെറിയ എന്തെങ്കിലുമൊക്കെ ഒരു വിഷയം. അതാണ് മോറൽ ഡ്യൂട്ടിയുടെ എന്ത് പ്രശ്നം മനസ്സിലാവുന്നുണ്ടോ? Disconnected. Connected. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ നേരത്തെ ഇത് എന്താ, റോങ്ഫുൾ ആക്ടോ ഒരു ഒമിഷനോ എന്തുണ്ടായിരിക്കണം? ഉണ്ടായിരിക്കണം. ഉദാഹരണത്തിന് Disconnected. ഒരു ഡൽഹി Connected. പോലത്തെ ഒരു വലിയ നഗരം, ഡൽഹി പോലത്തെ ഒരു വലിയ നഗരം, ആ നഗരത്തിൽ എന്തുണ്ട്? ഒരു വലിയ ക്ലോക്ക് ടവർ ഉണ്ടെന്ന് വിചാരിക്കും. എന്തുണ്ട്? ഒരു ക്ലോക്ക് ടവർ ഉണ്ടെന്ന് വിചാരിക്കുക. ആ ക്ലോക്ക് ടവർ നല്ല നിലക്ക് കൊണ്ട് നടക്കേണ്ടത് ആരാ? ആരാ? അതിന്റെ അധികാരികളാണ് അല്ലെ? ആ കോർപ്പറേഷന്റെ അതോറിറ്റീസ് ആരാണോ അവരാണ് എന്താക്കേണ്ടത്? ഇല്ലേ? പഞ്ചായത്ത് ഉണ്ട്, മുനിസിപ്പാലിറ്റി ഉണ്ട്, കോർപ്പറേഷൻ ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതിന്റെ അധികാരികളാണ് എന്താക്കേണ്ടത്? അത് നടത്തേണ്ടത്. പക്ഷെ അവരത് ശ്രദ്ധിച്ചില്ല. അവർ കാണുന്നുണ്ട്, ഡെയിലി അതിന്റെ മുന്നിലൂടെ സഞ്ചരിക്കുന്നുണ്ട്, ഓഫീസ് പോകുന്നുണ്ട്. പക്ഷെ എന്തായില്ല, അവരത് ശ്രദ്ധിച്ചില്ല. അങ്ങനെ ശ്രദ്ധിക്കാതെ വന്നു 2-3 മാസം കഴിഞ്ഞിട്ട് എന്തായി? അത് പൊളിഞ്ഞു വീണു, ഒരാൾ മരിച്ചു. അത് പൊളിഞ്ഞു വീണു, ഒരാള് മരിച്ചു. മനസ്സിലാവുന്നുണ്ടോ? അവിടെ എന്താണ്? ഒരു വന്ന് തള്ളിയിട്ടതാണോ ആ ക്ലോക്ക് ടവർ? അവിടെ എന്താ വന്നത്? ഒമിഷനാണ് വന്നത്. നെവർ മൈൻഡ് ആയിക്കളെ. മനസ്സിലായോ? ഒമിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മൈൻഡ് ചെയ്യാതിരിക്കുക. എന്താണ്? മൈൻഡ് ചെയ്യാതിരിക്കുക. അവിടെ എന്താണ് വന്നത്? ഒരു ഒമിഷനാണ് വന്നത്. മനസ്സിലാവുന്നുണ്ടോ? റോങ്ഫുൾ ആക്ട് ആണ് വന്നത്? അല്ല. അവര് പോയിട്ട് ആ ക്ലോക്ക് ടവർ തള്ളിയിട്ടതാണോ? അല്ല. അവിടെ ഒമിഷൻ എന്നുള്ളതിന്റെ അർത്ഥം എന്താ? അപ്പൊ കുറ്റം എങ്ങനെയും വരും. തെറ്റ് ചെയ്താൽ മാത്രമാണോ കുറ്റം വരിക? അല്ല. തെറ്റ് ചെയ്യാതെയും ആക്ട് ചെയ്യാതെയും എന്ത് വരും? കുറ്റം വരും. അതെങ്ങനെയാണ് വരിക? ഒമിഷൻ ഉണ്ടാവുമ്പോഴാണ് എന്ത് വരിക? കുറ്റം വരിക. ഇപ്പൊ ടോർട്ട് ഉണ്ടാവണമെങ്കിൽ എന്തുണ്ടായാൽ മതി? റോങ്ഫുൾ ആക്ട് ഉണ്ടാവണം നിർബന്ധമുണ്ടോ? ഇല്ല. എന്തുണ്ടായാൽ മതി? ഒരു ഒമിഷൻ ഉണ്ടായാലും. ഇനി ഒരു റോങ്ഫുൾ ആക്ട് വിചാരിക്കുക. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ വീട്ടില് കുറച്ച് പശുക്കളൊക്കെ വളർത്തുന്നുണ്ട്, കുറച്ച് പശുക്കളൊക്കെ വളർത്തുന്നുണ്ട്. അപ്പോ സ്വാഭാവികമായിട്ടും അതിൻ്റെതായ കുറച്ച് വിഷയങ്ങളും കുറച്ച് സ്മെല്ലുകളൊക്കെ ഉണ്ടാകും. അത് അപ്പുറത്തെ വീട്ടുകാർക്ക് എന്താകും? ബുദ്ധിമുട്ടാകും. മനസ്സിലാവുന്നുണ്ടോ? അതെന്താണ്? നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള നെഗ്ലിജൻസ് ആണ്. എന്താണ്? നെഗ്ലിജൻസ് ആണ്. അതെന്താണ്? ഒരു റോങ്ഫുൾ ആക്ട് ആണ്. നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ. കാരണം എന്താണ്? നിങ്ങൾ അപ്പുറത്തേക്ക് എത്താതിരിക്കാൻ, വേറെ ഒരാൾക്ക് അത് ബുദ്ധിമുട്ടാവാതിരിക്കാൻ നിങ്ങൾ എന്താകണം? അത് ശ്രദ്ധിക്കേണ്ടിയിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇല്ല. അപ്പോ there is a wrongful act. നേരത്തെ പറഞ്ഞതിൽ എന്തുണ്ട്? there is a omission. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. ടോർട്ട് ഉണ്ടാവണമെങ്കിൽ പ്ലെയിന്റിഫ് ഡിഫൻഡന്റ് നമ്മൾ പറഞ്ഞു, അതിന്റെ മലയാളം നമ്മൾ പറഞ്ഞു. പിന്നെന്ത് വേണം? ഒരു റോങ്ഫുൾ ആക്ടോ ഒരു ഒമിഷനോ എന്തായിരിക്കണം? ഉണ്ടായിരിക്കണം. ഇനി ലാസ്റ്റത്തെ ഒരു പോയിന്റ്, there should be. മൂന്നാമത്തെ പോയിന്റ് കേട്ടോ. there should be there should be legal remedy. There should be legal remedy in the form of an action. There should be a legal remedy in the form of an action. In the form of an action. In the form of an action. In the form of an action for damages. In the form of an action for damages. ഇനി അടുത്ത പോയിന്റ് എഴുതിക്കോ. അൺലിക്വിഡേറ്റഡ് ഡാമേജസ്. അൺലിക്വിഡേറ്റഡ് ഡാമേജസ്. LIQUIDATED. അൺലിക്വിഡേറ്റഡ്
ഡാമേജസ്. എന്താണ്? Disconnected. അൺലിക്വിഡേറ്റഡ് Connected. ഡാമേജസ്. UNLIQUIDATED. ഓക്കെ, അൺലിക്വിഡേറ്റഡ്. ഇനി Disconnected. ഒരു ലീഗൽ റെമഡി ഉണ്ടായിരിക്കണം. എന്തുണ്ടായിരിക്കണം? ഒരു ലീഗൽ റെമഡി ഉണ്ടായിരിക്കണം. ഇപ്പോ ശ്രദ്ധിച്ചോ, വേറെ ഒരാളിപ്പോ എന്നെ തല്ലാൻ വന്നു. അതായത് ഒരാള് തല്ലാൻ വന്നു. ഞാനിങ്ങനെ ഒരു കൊക്കയുടെ സൈഡിൽ ഇങ്ങനെ നിൽക്കാന്ന് വിചാരിക്കാം. ഞാൻ ഒരു വ്യൂ പോയിന്റിൽ ഇങ്ങനെ നിൽക്കാം. ഒരാളിങ്ങനെ തല്ലാൻ വന്നു, പക്ഷെ എന്നെ തച്ചിട്ടില്ല. എന്തായിട്ടില്ല? എന്നെ തല്ലിയിട്ടില്ല. പക്ഷെ ഞാൻ ആ പേടിയിൽ കുറച്ച് നീങ്ങി, ഞാൻ കൊക്കയ്ക്ക് വീണു. ഞാൻ ആ പേടിയിൽ എന്തായി? കുറച്ച് നീങ്ങി എന്തായി? കൊക്കയ്ക്ക് വീണു. അപ്പോ അവിടെ എന്റെ കുടുംബത്തിന് ഒരു ലോസ് ഉണ്ടായിട്ടുണ്ട്. ഒരു ലോസ് ഉണ്ടായിട്ടുണ്ട്. ആ ലോസിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, മനസ്സിലായോ? ആ ലോസിനെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുണ്ടായിരിക്കണം? ഒരു ലീഗൽ റെമഡി ഉണ്ടായിരിക്കണം. ഒരു റെമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിഹാരം. എന്തുണ്ടായിരിക്കണം? ഒരു പരിഹാരം ഉണ്ടായിരിക്കണം. അപ്പൊ എന്താണ്? ആ ചെയ്ത ആള് കുറച്ച് ഫണ്ട് എന്താകണം? കൊടുക്കണം. അഥവാ ഇങ്ങനെയുള്ള വിഷയങ്ങൾ കോടതി എങ്ങനെ തീരുമാനിക്കാന്ന് അറിയും. ഇപ്പൊ അപകടം പറ്റിയ സമയങ്ങളുണ്ടാവും. ഇപ്പൊ 60 വയസ്സായ ഒരാൾക്ക് അപകടം പറ്റിയെന്ന് വിചാരിക്കാം. അങ്ങനെ അയാളുടെ കുടുംബത്തിന് കിട്ടുന്ന ഫണ്ടാണോ 25 വയസ്സുകാരൻ അപകടത്തിൽ പെട്ടാ കിട്ടുക? ഇല്ല. കോടതി നോക്കുക, അയാൾ എത്ര കാലം ഇനി ജീവിക്കാൻ ചാൻസ് ഉണ്ട്, അയാൾ ഏത് പ്രൊഫഷനിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്, അദ്ദേഹത്തിന് മാസം എത്ര കിട്ടും, എന്നിട്ട് ഇതൊക്കെ കണക്കാക്കിയിട്ടാണ് എന്താവുക? ഒരു കോമ്പൻസേഷൻ തീരുമാനിക്കുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ സ്വസ്ഥനായ ആൾക്കാണെങ്കിലും ഉണ്ടാവും. അയാൾ ജോലിയൊന്നും ഇല്ലാതിരിക്കുന്ന ആളാണെങ്കിലും ഒരു മനുഷ്യൻ എന്തായാലും ജനിച്ചിട്ട് വെറുതെ ഇരിക്കില്ല, എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തിട്ടുണ്ടാവുമല്ലോ. മനസ്സിലായോ? ശ്രദ്ധിക്കുക. അപ്പോ സാധാരണ എത്ര ഉണ്ടാവില്ല? ഒരു 60 വയസ്സുള്ള ഒരാളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ഒരു 9 ലക്ഷം, 10 ലക്ഷം. പിന്നെ ഒരു 25 വയസ്സുള്ള ഒരാളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ഒരു 30 ലക്ഷം, 35 ലക്ഷം. അങ്ങനെ അതൊക്കെ ഓരോരുത്തർക്ക് അനുസരിച്ച് ചിലപ്പോ 1 crore വരെ എന്താ പോകാം. പ്രൊഫഷൻ അനുസരിച്ച് ഒരാളൊരു ജ്യൂസ് മേക്കർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ ആൾക്ക് എന്താണ് അതിനനുസരിച്ച്. അപ്പോ ശ്രദ്ധിക്കണേ അയാൾ എത്ര കാലം ജീവിക്കും, അയാളുടെ ബാക്കിയുള്ള സംഭവങ്ങൾ ഇതെല്ലാം വെച്ചിട്ടാണ് എന്താ തീരുമാനിക്കുക. ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ലീഗൽ റെമഡി എന്തായിരിക്കണം? ഇതിലുണ്ടായിരിക്കണം. അങ്ങനത്തെ ഉള്ള കേസുകളെ എന്തായിട്ട് മാറുള്ളൂ? ടോർട്ടായിട്ട് മാറുള്ളൂ. നമ്മൾ ഈ കണ്ടീഷൻസ് പറഞ്ഞതേ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിഷയം ടോർട്ടാണോ അല്ലേ എന്നുള്ളൊരു ചോദ്യം വന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മൾ എങ്ങനെയാണത് മനസ്സിലാക്കുക? ഈ കണ്ടീഷൻസ് വെച്ചിട്ടാണ്. അവിടെ ലീഗൽ റെമഡീസ് നമുക്ക് എന്തെങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ടോ? പിന്നെ ടോർട്ടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള നിയമങ്ങളിലൊക്കെ ഇത്ര ഡാമേജ്, ഇത്ര കോമ്പൻസേഷൻ കൊടുക്കണം, അല്ലെങ്കിൽ ഇത്ര പണിഷ്മെന്റ് ഉണ്ട് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്താണ്? അൺലിക്വിഡേറ്റഡ് ഡാമേജസ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? അളക്കാൻ കഴിയാത്ത തരത്തിലുള്ളതാണ് ടോർട്ടിലുണ്ടാവുക. മനസ്സിലാവും? നമുക്ക് അത് പ്രത്യേകിച്ച് എവിടെ എഴുതി വെച്ചിട്ടൊന്നുമില്ല. അതെന്താകും? ജഡ്ജിമാര് അവിടുത്തെ അപ്പത്തെ അവസ്ഥക്കനുസരിച്ച് എന്താകും? അതിനങ്ങോട്ട് തീരുമാനിക്കുക ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ടോർട്ട് എന്തല്ല, ഒരു കോഡിഫൈഡ് ആയിട്ടുള്ള ലോ അല്ല എന്ന് പറഞ്ഞത്. ഇനി പിന്നെ നമ്മൾ അവസാനം എന്തോ ചെയ്തില്ലേ? അൺലിക്വിഡേറ്റഡ് ഡാമേജ് എന്താണെന്ന് മനസ്സിലായില്ലേ? ഒരു സ്പെസിഫിക് അല്ല എന്നർത്ഥം. എന്തല്ല? നോട്ട് സ്പെസിഫിക്. ഓക്കെ. പിന്നെ അതില് നിങ്ങൾ മനസ്സിലാക്കേണ്ട 2 ടേംസ് ആണ്. ഇതുകൊണ്ട് എടുത്താൽ ഞാൻ നിർത്താം. സമാധാനായില്ലേ? ഇപ്പൊ ക്ലാസ് കഴിയുമ്പോ നല്ല സമാധാനമുള്ള പോലെ തോന്നുന്നില്ലേ? പക്ഷെ കുറച്ച് കഴിയുമ്പോൾ പ്രൊഫഷണൽ ഇറങ്ങി കഴിയുമ്പോഴേ ആണ് മനസ്സിലായില്ലേ? അന്ന് ഇത് നോട്ട്സ് ഒക്കെ ഭയങ്കര ഉപകാരമായിരുന്നു എന്നല്ലേ. ഞാനും ഇങ്ങനെ തന്നെയായിരുന്നു ലോ കോളേജിൽ പഠിക്കുന്ന സമയത്ത്. പക്ഷെ ഇപ്പൊ തോന്നുന്നുണ്ട് നോട്ട്സ് ഒക്കെ ടീച്ചേഴ്സ് ഒക്കെ പറഞ്ഞ കുറെ പ്രധാനപ്പെട്ട സംഭവങ്ങളുണ്ട്. എല്ലാവർക്കും വായിച്ചേക്കുന്ന സാധനങ്ങളല്ല, അത് എവിടെ നിന്നും കിട്ടും. പക്ഷെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു തരുന്ന സംഭവങ്ങളുണ്ടാവും, അത് നമുക്ക് ചിലപ്പോ പിന്നെ കിട്ടൂല. അപ്പൊ അതൊക്കെ എഴുതി വെച്ച് നന്നായിരുന്നു എനിക്കിപ്പോ ഇങ്ങനെ തോന്നുന്നുണ്ട്. റിഗ്രറ്റ് അടിക്കാന്ന് പറയില്ലേ, അത്. പിന്നെ ശ്രദ്ധിക്കുക,
ശ്രദ്ധിക്കുക, രണ്ട് സംഭവങ്ങൾ, ടോട്ടല് പ്രധാനപ്പെട്ട രണ്ട് സാധനങ്ങൾ പറയാണ്. ഇപ്പൊ ഇതൊക്കെ ഇൻട്രഡക്ഷൻ ആട്ടോ, ടോട്ടലി ഇൻട്രഡക്ഷൻ ആണ്. കഴിഞ്ഞു, ഒരു വരട്ടോ അടിയില്, അത് കഴിഞ്ഞു. ശ്രദ്ധിക്ക്. അപ്പോ നമ്മൾ പറഞ്ഞത് എന്താണ്? ടോട്ട് ഈസ് എ സിവിൽ റോങ്. പേന വെക്ക്, ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യാം കേട്ടോ പെട്ടെന്ന്. ടോട്ട് എന്താണ്? ഒരു സിവിൽ റോങ് ആണ്. എന്താണ്? ഒരു സിവിൽ റോങ് ആണ്. ക്രിമിനൽ റോങ് ആണ്. ക്രിമിനൽ ആയിട്ടുള്ള പ്രശ്നമാണോ? അല്ല, ഒരു സിവിൽ റോങ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഇതിന്റെ രണ്ടിന്റെയും വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ, ക്രിമിനലില് എപ്പോഴും വാദിഭാഗത്ത് ആരായിരിക്കും? ഗവൺമെന്റ് ആയിരിക്കും. ഗവൺമെന്റ് ആയിരിക്കും. നിങ്ങൾ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ അവിടെ കൊന്നവന് വേണ്ടി വാദിക്കാരാ? ഗവൺമെന്റ് അല്ല, വേറെ ഏതെങ്കിലും ഒരു വക്കീലായിരിക്കും വാദിക്കുക. പക്ഷെ കൊല്ലപ്പെട്ടവന് വേണ്ടി വാദിക്കണ്ടേ? അയാൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ ആളെ കൊന്നത്? അല്ല. അപ്പൊ കൊല്ലപ്പെട്ടവന് വേണ്ടി വാദിക്കുക. ആ വിഷയം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് ചാർജ് ഷീറ്റ് കൊടുക്കും. എന്ത് കൊടുക്കും? ചാർജ് ഷീറ്റ് ആര് കൊടുക്കും? പോലീസ് കൊടുക്കും. അപ്പൊ അതിനാണ് ഈ പ്രോസിക്യൂട്ടർ എന്ന് കേട്ടില്ലേ നിങ്ങള്? പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന് കേട്ടിട്ടുണ്ടാവും, അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന് കേട്ടിട്ടുണ്ടാവും. ഇവരൊക്കെ ഗവൺമെന്റിന്റെ എന്താണ്? അവരാണ് ആരുടെ ഭാഗത്ത് നിൽക്കുന്നത്? ഈ കൊല്ലപ്പെട്ട ആളെ ഒരു തെറ്റും ചെയ്തിട്ടില്ല, പിന്നെ അയാൾ പൈസ ചെലവാക്കി വക്കീലിനെ വെക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അവന്റെ കാര്യം ആര് നോക്കിക്കോളും? ഗവൺമെന്റ് നോക്കിക്കോളും. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ ഇപ്പുറത്തുള്ള ആള് തെറ്റ് ചെയ്തിക്കണു, മനസ്സിലാവുന്നുണ്ടോ? അവൻ കുറച്ച് പൈസ എന്താവട്ടെ, ചെലവാക്കട്ടെ, ഒരു വക്കീലിനൊക്കെ എന്താവട്ടെ, വെക്കട്ടെ. മനസ്സിലായില്ലേ? പക്ഷെ കാലം ജയിലിക്കൊക്കെ എന്താവട്ടെ, പോകട്ടെ. ഓക്കെ, അപ്പൊ അതാണ് ഇല്ലേ? ദിലീപിന്റെ കേസിലൊക്കെ നിങ്ങൾ കുറെ കേട്ടിട്ടുണ്ടാവും, പബ്ലിക് പ്രോസിക്യൂട്ടർ എന്നൊക്കെ കുറെ കേട്ടിട്ടുണ്ടാവും ഇല്ലേ? അപ്പൊ എന്താ സംഭവം എന്ന് മനസ്സിലായില്ലേ? അവരെന്താണ്? ഗവൺമെന്റിന്റെ വക്കീലന്മാരാണ്. ഇരകൾക്ക് വേണ്ടിയിട്ട് വാദിക്കുന്ന ആളുകളാണ് ആര്? പ്രോസിക്യൂഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇതിലെങ്ങനെയാണ്? സിവിലിൽ എങ്ങനെയാണ്? സിവിലില് അതാണ് ചില കേസ് ലോസ് പഠിക്കുമ്പോ കാണാം വേഴ്സസ് സ്റ്റേറ്റ് എന്നായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? രാമനാരായണൻ വേഴ്സസ് സ്റ്റേറ്റ് എന്നായിരിക്കും. അപ്പൊ അവരുടെ കേസ് ആരാ നടക്കുക? ഇരകളുടെ കേസ് ആരാ നടത്തുക? ക്രിമിനലില് സ്റ്റേറ്റ് ആണ് നടത്തുക. ഇനി സ്റ്റേറ്റിന്റെ ഡെഫിനിഷൻ നമ്മൾ എന്താകേണ്ടതുണ്ട്? പഠിക്കേണ്ടതുണ്ട്. നമുക്ക് വരും പഠിക്കാൻ. എവിടെ? സ്റ്റേറ്റിൽ എന്തൊക്കെയാണ് വരിക? നമ്മൾ ഇപ്പോ ഈ കാണുന്ന കേരളം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ആണ്. ആ സ്റ്റേറ്റ് ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ അവിടുത്തെ യൂണിവേഴ്സിറ്റീസ് എന്തിൽ വരുമോ? സ്റ്റേറ്റിൽ വരുമോ? മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ എന്താകണം നമുക്ക് പഠിക്കാണ്ട്. ആ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് ക്രിമിനലില് എന്തായിരിക്കും? ഗവൺമെന്റും പ്രതികളും തമ്മിലുള്ള എന്തായിരിക്കും? വിഷയങ്ങളായിരിക്കും ഉണ്ടാകുക. ഓക്കെ. മറ്റേതിലോ? സിവിലില് രണ്ട് ആളുകൾ തമ്മിലായിരിക്കും വിഷയം. ഞാനും ജിൻഷാദും തമ്മിലാണ് വിഷയം. രണ്ട് പേഴ്സൺസ് തമ്മിലാണ്. ഇവിടെ ഞാൻ ഗവൺമെന്റ് ആണോ? ഞാൻ സ്റ്റേറ്റ് ആണോ? ജിൻഷാദ് സ്റ്റേറ്റ് ആണോ? രണ്ട് ആളുകൾ തമ്മിൽ. അപ്പൊ രണ്ട് ആളുകൾ തമ്മിലുള്ള വിഷയങ്ങൾ പരിഹരിക്കുന്നതാണ് അധികവും എന്ത്? സിവിൽ ലോ എന്ന് പറയുന്നത്. സ്റ്റേറ്റും ബാക്കിയുള്ള ആളുകളും ക്രിമിനൽ ലോ എന്ന് പറയുന്നത്. അപ്പൊ ടോട്ട് എന്താണ്? ഇതിൽ ഏതാ വിടുക? സ്റ്റേറ്റിന് ബന്ധമുണ്ടോ ടോട്ടില്? ഇല്ല. ഏതാണ്? എന്താണ്? സിവിൽ റോങ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതിന്റെ വിശദീകരണം ആയിട്ടാ പറയണത്. ഇതൊന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടിട്ട് പറയാണ്. പിന്നെ ആ സിവിൽ റോങ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ടോട്ട് എന്താണ്? ഒരു കോഡിഫൈഡ് ലോ അല്ല. പക്ഷെ അതിന്റെ ഒരു ഡെഫിനിഷൻ ഒരു ആക്ടിൽ പറയുന്നുണ്ട്. അത് ഏതായിരുന്നു നമ്മൾ പറഞ്ഞത്? ലിമിറ്റേഷൻ ആക്ട്. ഏതാണ്? ലിമിറ്റേഷൻ ആക്ട് സെക്ഷൻ. ഇനി ഒരു ബോണസ് ആയിട്ടുള്ള കാര്യം പറഞ്ഞുതരാം. ഏത് ആക്ടിന്റെയും രണ്ടാമത്തെ സെക്ഷൻ ഡെഫിനിഷൻ ക്ലോസ് ആയിരിക്കും. എന്തായിരിക്കും? ഡെഫിനിഷൻ ക്ലോസ് ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഏത് സെക്ഷൻ എടുത്താലും അതിലെ രണ്ടാമത്തെ സെക്ഷൻ എന്തായിരിക്കും? ഓരോ വാക്കുകളുടെ ഡെഫിനിഷൻ പറയുമായിരിക്കും. എന്താണ് പബ്ലിക് അതോറിറ്റി? എന്താണ് മെമ്മോ? എന്താണ് റെക്കോർഡ്സ്? എന്താണ് ഡോക്യുമെന്റ്സ്? അപ്പൊ സെക്ഷൻ 2 ക്ലോസ് എ ആൽഫാബറ്റിക്കലാണ് അധികം വരിക. മനസ്സിലാവുന്നുണ്ടോ?
എന്താണ് ഈ വാക്കിന്റെ അർത്ഥം എന്താണ്? അതുപോലെ തന്നെ സെക്ഷൻ 2 ക്ലോസ് ബി ഇന്ന വാക്കിന്റെ അർത്ഥം അങ്ങനെ ഡെഫിനിഷൻ ആയിരിക്കും എന്ത് വരിക? ഏത് ആക്ടിന്റെയും സെക്ഷൻ 2 എന്തായിരിക്കും ഡെഫിനിഷൻ. അത് പറയാനുള്ള കാരണം നിങ്ങൾക്ക് എക്സാം എഴുതുന്ന സമയത്ത് ഡെഫിനിഷൻ എഴുതാൻ കിട്ടുന്നില്ലെങ്കിൽ, ക്ലോസ് ഏതാണെന്ന് അറിയുന്നില്ലെങ്കിൽ എന്ത് ചെയ്തിട്ടാ മതി? സെക്ഷൻ 2 എഴുതിട്ടാ മതി. സെക്ഷൻ 2 എഴുതിട്ടാ മതി. ഓക്കെ, അപ്പൊ അതിൻ്റെതായ ഒരു ഇംപ്രഷൻ എന്താവും കിട്ടും. ഓക്കെ, അപ്പോ ലിമിറ്റേഷൻ ആക്ടില് സെക്ഷൻ 2 ക്ലോസ് എം, മനസ്സിലായോ? അത് മറക്കരുത്. അപ്പൊ നമ്മൾ എങ്ങനെ അത് ഓർത്തു വെക്കുക? എം എന്ന് പറഞ്ഞാൽ മെയിൽ. എന്താണ് മെയിൽ? സെക്ഷൻ 2 ക്ലോസ് എം. എഫ് അല്ല, എന്താണ്? എം ആണ്. സെക്ഷൻ 2 ക്ലോസ് എം. ഓക്കെ, അതിലാണ് എന്ത് പറയുന്നത്? ടോട്ടീസ് സിവിൽ റോങ് എന്ന് പറയുന്നത്. നാളെ ഒരു ചോദ്യം ചോദിക്കലൊക്കെ ഉണ്ടാവും കേട്ടോ അടുത്ത ക്ലാസ്. ഇനി ശ്രദ്ധിച്ചോ, ഇനി എസെൻഷ്യൽസ് ഓഫ് ടോർട്ട്. എസെൻഷ്യൽസ് ഓഫ് അല്ല, എഴുതാനുള്ളതല്ല, നമ്മൾ പറഞ്ഞു വെച്ചതാണ്. ശ്രദ്ധിക്ക്, നമ്മൾ പറഞ്ഞു വെച്ചതാണ്. ശ്രദ്ധിക്ക്, നോക്ക്. കഴിഞ്ഞു 10-20 മിനിറ്റ് കൂടി മാക്സിമം, അത്രേ ഉള്ളൂ. ശ്രദ്ധിച്ചോ. ഒന്നാമതാണ് നമ്മൾ പറഞ്ഞു പ്ലെയിന്റിഫിന്റെയും ഡിഫെൻഡന്റിന്റെയും കാര്യം നമ്മൾ പറഞ്ഞു ഇല്ലേ? അതിന്റെ മലയാളമൊക്കെ എന്തായി? എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവുമല്ലോ ഇല്ലേ? ഓക്കെ അല്ലേ? ഇതില് ഈ CS-ന് വേണ്ടിയിട്ട് അത്രയും താല്പര്യത്തോടു കൂടി വന്ന ആളുകളാണ്. അത് പെരിയെന്ന് ഉന്തി പറഞ്ഞ ആൾക്കാർ. എന്താ അവസ്ഥ? ഒരു പാഷനായിട്ട് എടുത്ത് വന്നതല്ലേ അല്ലേ? അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഡെയിലി അത് ചെയ്യാൻ എന്തുണ്ടാവുള്ളൂ? ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ 2 ദിവസം പണിക്ക് പോയി കഴിഞ്ഞാൽ 3-ാമത്തെ ദിവസം കടന്നുറങ്ങും നമ്മള്. മനസ്സിലായോ? നമുക്ക് ഇൻട്രസ്റ്റ് എന്താവണം? ഇതിലുണ്ടാവും. ഓക്കെ, ശ്രദ്ധിച്ചോ. ഓക്കെ, അപ്പൊ അത് നമ്മൾ പറഞ്ഞു. പിന്നെ റോങ്ഫുൾ ആക്ട് ഓർ ഒമിഷൻ പറഞ്ഞു. എന്താണ് റോങ്ഫുൾ ആക്ട് ഓർ ഒമിഷൻ? റോങ്ഫുൾ ആക്ട് എന്താണെന്ന് നമ്മൾ വിശദീകരിച്ചു ഇല്ലേ? ഒമിഷൻ എന്താണെന്ന് നമ്മൾ വിശദീകരിച്ചു. ഒമിഷൻ എങ്ങനെയാണ് നമ്മൾ വിശദീകരിച്ചത്? എന്താ പറഞ്ഞത്? നമ്മളെ ഉദാഹരണം ഒരു ക്ലോക്ക് ടവറിന്റെ ഒരു സംഭവം നമ്മൾ പറഞ്ഞു അല്ലേ? ഒമിഷൻ. ഇനി അടുത്തത്, there should be legal remedy in the form of unliquidated damages. മനസ്സിലായോ? ഒരു ലീഗൽ റെമഡി എന്തായിരിക്കണം? അൺലിക്വിഡേറ്റഡ് ഡാമേജസ് ആയിരിക്കും എന്തുണ്ടാവുക? അതിന് ലീഗൽ റെമഡി ആയിട്ട് ഉണ്ടാവുക എന്നുള്ളത് എന്തായി നമ്മൾ പറഞ്ഞു. ഇനി ശ്രദ്ധിച്ചോ, പ്രധാനപ്പെട്ട 2 വിഷയങ്ങൾ ഇതും കൂടി പറഞ്ഞ് നമുക്ക് നിർത്താം. ഡാംനം സൈൻ ഇഞ്ചൂറിയ സൈൻ ഡാംനം. ശ്രദ്ധിച്ചു, അതെന്താന്നുള്ളത് നമുക്ക് പിന്നെ പഠിക്കാം. പക്ഷെ അത് ശ്രദ്ധിച്ചോ, അതിന്റെ ഡെഫിനിഷൻ നമുക്ക് പഠിക്കാം. പേന വെക്ക്. അതെന്താന്നുള്ളത് ജസ്റ്റ് ഒന്ന് കേട്ടോ. അതിനെ വിശദീകരിച്ച് നമുക്ക് വേറെ സെറ്റ് ആക്കാം. നോക്കോ, ഇഞ്ചൂറിയ സൈൻ ഡാംനോ എന്താണ്? ഒന്ന് പറഞ്ഞ. ഇഞ്ചൂറിയ സൈൻ ഡാംനോ. ഓക്കെ, ഇഞ്ചൂറിയ സൈൻ ഡാംനോ. ശ്രദ്ധിച്ചോ, അത് നമ്മൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം കേട്ടോ. ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എനിക്കറിയില്ല. നോക്കോ, ഇഞ്ചുറി സൈൻ ഡാംനോ. നോക്ക്, ജൂറിസ്പ്രുഡൻസി ഏതായിരുന്നു? ലാറ്റിൻ ആയിരുന്നു. ശ്രദ്ധിച്ചോ, അധികം ലാറ്റിൻ ആയിരിക്കും. എനിക്കിപ്പോ ലാറ്റിൻ എന്നാണ് പറഞ്ഞാൽ മതിയായിരുന്നു, കാരണം ലാറ്റിൻ തന്നെ ആവാനാണ് ചാൻസ്. ശ്രദ്ധിച്ചോ. അതിന്റെ ഇംഗ്ലീഷ് എങ്ങനെയാണ്? ഇഞ്ചുറി വിത്തൗട്ട് ഡാമേജ്. ഇഞ്ചുറി വിത്തൗട്ട് ഡാമേജ്. ഇഞ്ചൂറിയ സൈൻ ഡാംനോ.
ഇഞ്ചുറി വിത്തൗട്ട് ഡാമേജ്. ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ എന്താ? മറ്റേ ഇഞ്ചുറി അല്ല, ഫുട്ബോൾ കളിക്കുമ്പോഴാണ് ഇഞ്ചുറി അല്ല ഉദ്ദേശിച്ചത്. ഇവിടെ ഏത് ഇഞ്ചുറി ഉദ്ദേശിച്ചത്? വയലേഷൻ ഓഫ് റൈറ്റ് ആണ്. എന്താണ്? വയലേഷൻ ഓഫ് റൈറ്റ് ആണ്. ഒരു മനുഷ്യന്റെ അവകാശത്തിന് ഉണ്ടാകുന്ന വയലേഷൻ, അതിനെയാണ് എന്ത് പറയുന്നത്? ഇഞ്ചുറി. ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ ഇരിക്കാൻ കസേര തന്നിട്ടുള്ളത് എന്തിനാണ്? ഇരിക്കാനാണ്. അപ്പൊ ഞാൻ ഒരാളെ ഇവിടെ നിർത്തുകയാണ്, ഞാൻ ഇരിക്കാൻ സമ്മതിക്കണില്ല, നീ ഇവിടെ വന്ന് നിൽക്ക്, നിന്നെ ഇരുത്തൂല എന്ന് പറയാം. അതെന്താണ്? വയലേഷൻ ഓഫ് റൈറ്റ് ആണ്. കാരണം അവന്റെ അവകാശമാണ് എന്ത്? ഇവിടെ ഇരിക്കുക എന്നുള്ളത്. അതിനാണ് ഇവിടെ ഇരിപ്പിലുള്ളത്. പക്ഷെ അവന്റെ അവകാശത്തിന് ഒരു വയലേഷൻ ഉണ്ടായി. അതിനെയാണ് നമ്മൾ ടോർട്ടിൽ എന്ത് പറയുന്നത്? ഇഞ്ചുറി എന്ന് പറയുന്നത്. എന്ത് പറയുന്നത്? ഇഞ്ചുറി എന്ന് പറയുന്നത്. അപ്പോ ഇഞ്ചുറി മീൻസ് എന്താണ്? വയലേഷൻ ഓഫ് എ റൈറ്റ്. എന്താണ് വയലേഷൻ ഓഫ് എ റൈറ്റ്? ഒരു മനുഷ്യന്റെ അവകാശത്തിന് എഴുതണ്ട പിന്നെ എഴുതേണ്ട രൂപത്തിൽ നമ്മൾ പിന്നെ പറയും. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട രൂപത്തിൽ പറയാം. വയലേഷൻ ഓഫ് റൈറ്റ് വിത്തൗട്ട് ഡാമേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോസസ്. എന്താണ് വിത്തൗട്ട് ലോസസ്? അതിന് ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഒരാള് വോട്ട് ചെയ്യാൻ വേണ്ടി പോവാ. ഞാൻ വോട്ട് ചെയ്യാൻ വേണ്ടി പോവാ, മനസ്സിലാവുന്നുണ്ടോ? വോട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് ഒരു പോലീസുകാരൻ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഇപ്പോൾ വോട്ട് ചെയ്യാൻ പറ്റൂല, നിങ്ങൾ ഉള്ളിലേക്ക് എന്താവൂല, കടത്തി വിടൂല എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ വോട്ട് ചെയ്യാൻ ഉദ്ദേശിച്ച സ്ഥാനാർത്ഥി തോറ്റിട്ടൊന്നുമില്ല, അദ്ദേഹം ജയിച്ചു. അവിടെ ടോർട്ട് വരുമോ ഇല്ലേ? അവിടെ ടോർട്ട് വരുമോ ഇല്ലേ? ഒന്നുകൂടി പറഞ്ഞുതരാം. ഞാൻ വോട്ട് ചെയ്യാൻ പോവുകയാണ്. ശ്രദ്ധിച്ചോ, ഞാൻ വോട്ട് ചെയ്യാൻ പോവുകയാണ്. പോലീസുകാരൻ തടഞ്ഞു, നീ എന്താ വേണ്ട, വോട്ട് ചെയ്യണ്ട. പക്ഷെ ഞാൻ വോട്ട് ചെയ്യാൻ ഉദ്ദേശിച്ച സ്ഥാനാർത്ഥി എന്തായി? ജയിച്ചു. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുക എങ്ങനെയാണ്? വയലേഷൻ ഓഫ് റൈറ്റ് വിത്തൗട്ട് ലോസ് ആണ് അവിടെ ഉണ്ടായത്. ആ സ്ഥാനാർത്ഥിക്ക് വല്ല ലോസ് ഉണ്ടായോ അവിടെ? വല്ല ലോസ് ഉണ്ടായോ അവിടെ? അല്ലെങ്കിൽ എനിക്ക് വല്ല ലോസ് ഉണ്ടായോ അവിടെ? എനിക്ക് ലോസ് ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ വോട്ട് ചെയ്യാൻ ഉദ്ദേശിച്ച സ്ഥാനാർത്ഥി എന്തായിട്ടുണ്ട്? അവിടെ ജയിച്ചിട്ടുണ്ട്. മനസ്സിലായോ? എനിക്കവിടെ ലോസ് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. പക്ഷെ അവിടെ എന്താണ് ഉണ്ടായത്? ഇഞ്ചുറി ആണ് ഉണ്ടായത്. എന്താണ് ഉണ്ടായത്? ഇഞ്ചുറി ആണ് ഉണ്ടായത്. വയലേഷൻ ഓഫ് റൈറ്റ് ആണ് ഉണ്ടായത്. അങ്ങനെയുള്ള സമയത്ത് ടോർട്ട് വരും. അപ്പൊ ശ്രദ്ധിച്ചോ, ഇഞ്ചൂറിയ സൈൻ ഡാംനോയിഡ് ശരിയാണ്. എന്താണ്? ടോർട്ട് വരും. മനസ്സിലാവുന്നുണ്ടോ? ടോർട്ട് വരും. ഇനി നേരെ അതിന്റെ ഓപ്പോസിറ്റ് ഒന്നുകൂടി പറഞ്ഞ, ഇഞ്ചൂറിയ സൈൻ ഡാംനോ പറ. വയലേഷൻ ഓഫ് റൈറ്റ് വിത്തൗട്ട് ലോസസ് പറ. മനസ്സിലായല്ലോ? വയലേഷൻ ഓഫ് റൈറ്റ് എന്ന് പറയുമ്പോൾ വോട്ട് ചെയ്യേണ്ട മൈൻഡിൽ വരിക. വിത്തൗട്ട് ലോസസ് എന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥി തോറ്റിട്ടില്ല എന്നുള്ളത് എന്താ മനസ്സിൽ വരിക. ഇനി ഡാമിനം സൈൻ ഇഞ്ചുറി. ശ്രദ്ധിക്കാം, ആദ്യത്തിൽ ഡാംനോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നിർത്തിയത്. ഇവിടെ ഡാംനം എന്നാണ്, NUM ആണ്. ഓക്കെ, ഡാംനം സൈൻ ഇഞ്ചൂറിയ. പോരാ, സൗണ്ട് പോരാ. ഡാംനം സൈൻ ഇഞ്ചൂറിയ. അപ്പൊ അതെന്തായിരിക്കും? എന്തായിരിക്കും? ലോസസ് വിത്തൗട്ട് വയലേഷൻ ഓഫ് റൈറ്റ്സ്. മനസ്സിലാവുന്നുണ്ടോ? ലോസസ് വിത്തൗട്ട് വയലേഷൻ ഓഫ് റൈറ്റ്സ്. മനസ്സിലായോ? സൈൻ എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്? മനസ്സിലായില്ലേ? കൺഫ്യൂഷൻ ആയോ? ഒന്നുകൂടി കൺഫ്യൂഷൻ ആകും, സ്വാഭാവികം. ശ്രദ്ധിച്ചോ, ഇഞ്ചൂറിയ സൈൻ ഡാംനോ. അവിടെ എന്താണ് ഇഞ്ചുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഞാൻ പറഞ്ഞു, നിങ്ങൾ ആദ്യം മനസ്സിൽ വെക്കേണ്ടത് എന്താണ്? വയലേഷൻ ഓഫ് റൈറ്റ് എന്നാണ്. എന്താണ് വയലേഷൻ ഓഫ് റൈറ്റ്? ഇഞ്ചൂറിയ സൈൻ ഡാംനോ, വയലേഷൻ ഓഫ് റൈറ്റ്, അഥവാ വോട്ട് ചെയ്യാന്നുള്ള എന്റെ റൈറ്റിനെ അവിടെ വയലേറ്റ് ചെയ്തു. വിത്തൗട്ട് ലോസസ്, ഞാൻ അവിടെ വോട്ട് ചെയ്യാൻ പോയ സ്ഥാനാർത്ഥി എന്തായിട്ടില്ല?
തോറ്റിട്ടില്ല. ലോസ് ഒന്നും എന്തായിട്ടില്ല, എനിക്ക് ഉണ്ടായിട്ടില്ല. വയലേഷൻ ഓഫ് റൈറ്റ് വിത്തൗട്ട് ലോസസ്. Disconnected. Connected. ഇപ്പുറത്ത് നമ്മൾ എന്താണ് പറഞ്ഞത്? ലോസസ് വിത്തൗട്ട് വയലേഷൻ ഓഫ് റൈറ്റ്. ഈ വയലേഷനെ ഇങ്ങോട്ട് എടുത്തിട്ടു. Disconnected. മനസ്സിലായോ? Connected. ഇവിടെ ഫസ്റ്റ് ആണ് വയലേഷനെ പറഞ്ഞത്, ഇവിടെ ലാസ്റ്റ് ആണ് പറഞ്ഞത്. മനസ്സിലാവുന്നുണ്ടോ? സൈൻ എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് എന്നാണ് അർത്ഥം. സൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വിത്തൗട്ട് എന്നാണ് അർത്ഥം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ലോസസ് Connected. വിത്തൗട്ട് വയലേഷൻ ഓഫ് റൈറ്റ്. ലോസസ് വിത്തൗട്ട് വയലേഷൻ ഓഫ് റൈറ്റ്. അതിന്റെ ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും. ലോസസ് Disconnected. വിത്തൗട്ട് Connected. വയലേഷൻ ഓഫ് റൈറ്റ്. രണ്ട് സ്കൂള്, എ എന്ന് പറയുന്ന ഒരു സ്കൂളും ബി എന്ന് പറയുന്ന ഒരു സ്കൂളും. മനസ്സിലാവുന്നുണ്ടോ? എ ബി എന്ന് പറയുന്ന രണ്ട് സ്കൂളുകൾ. ശ്രദ്ധിച്ചോ. അതില് എ എന്ന സ്കൂള് 2000 എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. എത്രയിൽ? 2000. ബി എന്ന് പറയുന്ന സ്കൂള് ഒരു 5 വർഷത്തിന് ശേഷം 2005 എസ്റ്റാബ്ലിഷ് ചെയ്തു. മനസ്സിലായോ? രണ്ട് സ്കൂളുകൾ. അതിൽ ഒന്നാമത്തെ സ്കൂള് 2000 ഉണ്ടായി. രണ്ടാമത്തെ സ്കൂൾ എപ്പോ ഉണ്ടായി? 2005 ഉണ്ടായി. അപ്പോ 2005 പുതിയ സ്കൂൾ വന്നപ്പോ, പുതിയ സെറ്റപ്പുകളും പുതിയ കാര്യങ്ങളൊക്കെ, പുതിയ സൗകര്യങ്ങൾ വന്നപ്പോ ആ പഴയ സ്കൂളിൽ നിന്ന് കുറെ കുട്ടികൾ എന്തായി? ഈ സ്കൂൾക്ക് മാറി. ഈ സ്കൂൾക്ക് എന്തായി? മാറി. ബി എന്ന് പറയുന്ന സ്കൂൾക്ക് എന്തായി? മാറി. അപ്പൊ അവിടെ ലോസ് ആർക്കും ഉണ്ടായിക്കണേ? ലോസ് ആർക്കും ഉണ്ടായിക്കണേ? അല്ലെ, 2000 എസ്റ്റാബ്ലിഷ് ചെയ്ത സ്കൂളിലാണ് എന്തായിട്ടുള്ളത്? ലോസ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അവർക്ക് അവരുടെ ഏതെങ്കിലും റൈറ്റിനോടെ വയലേറ്റ് ചെയ്തിക്കണോ? ഇല്ല. കാരണം ഇന്ത്യയിൽ ആർക്കും സ്കൂൾ തുടങ്ങാനുള്ള റൈറ്റ് ഉണ്ട്. മനസ്സിലായോ? ഇന്ത്യയിൽ ആർക്കും എന്താവാ? സ്കൂൾ തുടങ്ങാം. വേറെ ഉദാഹരണം വേറെന്തായിരുന്നു? ഹയാന് ഒരു കച്ചവടം നടത്തുന്നുണ്ട്. ഞാൻ അപ്പുറത്ത് എന്തായി? കച്ചവടം നടത്തി. ഞാൻ പുതിയ കച്ചവടം നടത്തിയപ്പോ അവന്റെ കച്ചവടം എന്തായി? കുറഞ്ഞു. അവിടെ ലോസ് ആർക്കും ഉണ്ടായിക്കണത്? ഹയാന്. പക്ഷെ അവിടെ വയലേഷൻ ഓഫ് റൈറ്റ് ഉണ്ടായിരുന്നു? ഇല്ല. കാരണം ഇനിയിപ്പോ ആണെങ്കിൽ ആർക്കും, ഇവർക്കും ആണെങ്കിൽ അപ്പുറത്ത് വേറെ കച്ചവടം എന്താവാ? തുടങ്ങാം. കുഴപ്പമുണ്ടോ? ഇല്ല. അപ്പൊ അതാണ് പറഞ്ഞത്, ലോസസ് അവിടെ ഹയാന് ലോസ് ഉണ്ടായിക്കണു വിത്തൗട്ട് വയലേഷൻ ഓഫ് റൈറ്റ്. എന്നാൽ അവന്റെ റൈറ്റിനെ വയലേറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അതാണ് എന്ത്? ഇഞ്ചൂറിയ. അതാണ് എന്ത്? ഡാംനം സൈൻ ഇഞ്ചൂറിയ. ഒന്നുകൂടി ശ്രദ്ധിച്ചു. ഇനി ഇതില് 1-2 ആൾക്കാർ നേരത്തെ ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ ഒന്ന് ചോദിക്കട്ടോ, അത് കഴിഞ്ഞു. ശ്രദ്ധിച്ചു. വയലേഷൻ ഓഫ് റൈറ്റ് ഇല്ല. എങ്ങനെ? ഇല്ല. മോണോപോളിയുമായിട്ട് എന്താ കണ്ട? ഇതിനെ ബന്ധപ്പെടുത്തണ്ട. മനസ്സിലായോ? മോണോപോളി എന്താണ്? ഒരു കമ്പനി അവര് മാത്രമായിട്ട് എന്താ ഉയർന്നു വരലാണ്. ഇത് നമ്മൾ ഇത്രേ ഉള്ളൂ, സിമ്പിള്. നമ്മൾ വേറെ ആക്ടിലേക്കൊന്നും പോകുന്നില്ല. അത് നമുക്ക് അത് പഠിക്കുമ്പോ എന്താവാ? അത് കറക്റ്റ് ആയിട്ട് സെറ്റ് ആവാം. ഇത് ഇത്രേ ഉള്ളൂ. ടോർട്ട് ആണോ അല്ലേ എന്നുള്ളത് എന്താവാ മനസ്സിലാക്കുക. മനസ്സിലായോ? ഇതിൽ ടോർട്ട് വരുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ ഏത് സ്കെയിലിൽ വെച്ചിട്ടാണ് അളക്കുക? മനസ്സിലായോ? ടോർട്ട് വരുന്നുണ്ടോ ഇല്ലേ? ഒന്നുകൂടി ശ്രദ്ധിച്ചോ. ഒന്നാമത് നമ്മൾ പറഞ്ഞത് ഡാംനം സൈൻ ഇഞ്ചൂറിയ, ലോസസ് വിത്തൗട്ട് വയലേഷൻ ഓഫ് റൈറ്റ്. രണ്ടാമത്തേത് ഇഞ്ചൂറിയ സൈൻ ഡാംനം, അഥവാ വയലേഷൻ ഓഫ് റൈറ്റ് വിത്തൗട്ട് ലോസസ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇതാണ് നോക്കുക. ഇതില് വയലേഷൻ ഓഫ് റൈറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എന്തായിട്ട് മാറും? ടോർട്ടായിട്ട് മാറും. ടോർട്ട് പ്രകാരം എന്താകാം? അവന് കോടതിയെ സമീപിക്കാം. ഈ ടോർട്ടിന്റെ വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ,
ഇപ്പോ ഞാൻ ഒരാളെ തല്ലി കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഞാൻ കൊക്കയുടെ സൈഡിൽ എന്നെ ഒരാൾ തല്ലി കഴിഞ്ഞാൽ ഞാൻ എന്താകും? Connected. അടിക്ക് വീണ് പോയി. പക്ഷെ അവൻ എന്താകും? അതിന്റെ ശിക്ഷ കിട്ടും. ആർക്ക്? തല്ലിയ ആൾക്ക് എന്താകും? അതിന്റെ ശിക്ഷ കിട്ടും. പക്ഷെ എനിക്ക് അതിന്റെ Disconnected. വല്ല ബെനിഫിറ്റും പിന്നെ ഉണ്ടാവോ? ആ Connected. ശിക്ഷ കിട്ടും. ആ ശിക്ഷ കിട്ടിയോണ്ട് ഇപ്പോ എന്റെ കുടുംബക്കാർക്ക് വല്ല കാര്യമുണ്ടോ? ഇല്ല. വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ അത് കിട്ടണമെങ്കിൽ എന്ത് എടുത്ത് പ്രയോഗിക്കണം? അവിടെ ടോർട്ട് എടുത്ത് Disconnected. പ്രയോഗിക്കണം. മനസ്സിലാവുന്നു? Connected. അല്ലെങ്കിൽ എന്റെ കുടുംബക്കാര് എന്നെ നഷ്ടായി, പിന്നെ അയാൾക്ക് കുറെ ശിക്ഷ കിട്ടി, അതുകൊണ്ട് ഒരു ഒരു മനസ്സുഖം എന്നുള്ള അല്ലാതെ വേറെ വല്ലതും ഉണ്ടാവും? Disconnect. അപ്പൊ Connected. അതാണ് നമ്മൾ എന്താകുന്നത്, അതിനെ തന്നെ സിവിൽ റോങ് ആക്കി മാറ്റിയിട്ട് ആ ഒരു ഡാമേജിനെ, ആ ഒരു ലോസിനെ ക്ലിയർ ചെയ്യാൻ എന്താവുന്നത് നമ്മൾ ശ്രമിക്കുന്നു. Connected. അപ്പോ ആ രണ്ട് കാര്യങ്ങളും പറഞ്ഞില്ലേ, ഇത്ര നമ്മളിന്ന് എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. 15 മിനിറ്റ് Disconnected. Connected. നമുക്ക് എന്താവാം, ഇനി വരുന്ന വിഷയങ്ങളിൽ നാളെ ഞാൻ ചോദിക്കും. നാളെ ഞാൻ ചോദിച്ചിട്ട് അത് നാളെ നല്ല, ഇനി അടുത്ത ക്ലാസ് എന്താണോ അന്ന് ഞാൻ ചോദിച്ചിട്ട് പിന്നെ ഈ വിഷയങ്ങൾ എന്താന്നുള്ള ജസ്റ്റ് ഒരു 2 മിനിറ്റ് പെട്ടെന്ന് ഓടിച്ചു പോയിട്ട് Disconnected. പിന്നെ Connected. നമുക്ക് പുതിയ കാര്യങ്ങൾ എടുക്കാണ്ട് കുറച്ച്. അതാ ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. കുറച്ച് അസോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ബാറ്ററി എന്ന് പറഞ്ഞാൽ എന്താണ്, ബാറ്ററി മറ്റേ ബാറ്ററി അല്ല, Disconnected. ബാറ്ററി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, അതിന്റെ വേറെ ഡെഫിനിഷൻ ഉണ്ട്, അതെന്താണ്. അതുപോലെ തന്നെ റോങ്ഫുൾ കൺഫൈൻമെന്റ് എന്താണ്, നെഗ്ലിജൻസ് എന്താണ്, Connected. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താകാണ്ട് നമുക്ക് എടുക്കാണ്ട്. നിങ്ങൾക്ക് ഇതിന്റെ സ്റ്റഡി മെറ്റീരിയൽ ഇല്ലേ, ടോർട്ടിന്റെ Disconnected. സ്റ്റഡി മെറ്റീരിയൽ ഉണ്ടോ? Connected. അപ്പോ കൂടുതലായിട്ട് ഇതിനേക്കാൾ കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എന്താവുക, ക്ലാസ് ഉണ്ട്, ക്ലാസ് ഉണ്ട്, മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ ഒരു ലൈവ് ക്ലാസിന്റെ അത്ര ഒരു ഇതെന്താവില്ല, കിട്ടൂല. മനസ്സിലായോ? അല്ലെ ഇപ്പൊ നിങ്ങള് ഇവിടെ ശ്രദ്ധിക്കാതെ ഫുള്ള് യൂട്യൂബിൽ പോയി കാണൂലേ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി വേറെ വല്ലതും ചോദിച്ചു, എന്തെങ്കിലും പറഞ്ഞതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ Connected. ഞാൻ ചോദിക്കുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. നിങ്ങളൊക്കെ എവിടെയാണ്, വീടൊക്കെ എവിടെയാണ്? അതായത് ഇവിടെ അടുത്തുള്ള വരണേ അവിടെ കണ്ടിട്ടുണ്ട്. ഇവിടെ എവിടെ? ഷൊർണൂര്, തൃശ്ശൂര്, ഷൊർണൂര്. അപ്പൊ ഡെയിലി പോയി വരില്ല? Disconnected. എവിടെ പഠിച്ചിരുന്നപ്പോ? ചെറുതിരുത്തി. Disconnected. Connected. പിന്നെ ഇവിടെ അടുത്തുനിന്ന് വരുന്ന ആൾക്കാരെ, മണ്ണാർക്കാട് ഭാഗത്ത് വരുന്ന ആരെയുണ്ടോ? മണ്ണാർക്കാട് ഭാഗത്തുനിന്ന് Disconnected. Connected. പാലോടുന്ന് ആരാ വരുന്നത്? നീ പാലോടുന്ന? പാലോട് എവിടെ? Disconnected. Connected. ഞാൻ തെയ്യോട്ടിച്ചിറന്ന് അറിയും കേട്ടോ. നാട്ടുകൽ തെയ്യോട്ടിച്ചിറ. നാട്ടുകൽ കേട്ടിട്ടില്ല? മണ്ണാർക്കാട് റൂട്ട്. Connected. Disconnected. Connected. 55 എവിടെ? ടൗണില? മോദിയുടെ പേര് അവിടെ? Connected. മോദിയുടെ കടട അവിടെ? പാഞ്ചേലിയം കോളനിയില? എന്നെ പറഞ്ഞു. Connected. ഷഹീറിനെ അറിയോ? എനിക്ക് ഷഹീർ കുറച്ച് തടിച്ചിട്ടുള്ള അറിയോ? Disconnected. Connected. അപ്പൊ ഓക്കെ, ശ്രദ്ധിക്ക്. അപ്പൊ എന്തൊക്കെയാണ് ലാസ്റ്റ് വേർഡ്സ്, എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത് Disconnected. ഒരു ഐഡിയ കിട്ടിയില്ലേ?
ഓക്കെ. പിന്നെ അപ്പോൾ എന്താ ശ്രദ്ധിക്കുമ്പോൾ ഇത് എന്താണെന്നറിയോ, ഇപ്പം നിങ്ങൾ ഇനി എഴുതിയിട്ട് എല്ലാവർക്കും കിട്ടട്ടെ, പ്രാർത്ഥിക്കും അല്ലേ. Disconnected. ഇനി അഥവാ കിട്ടിയിട്ടില്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് ഉപകാരമാവും. Connected. കാരണം നമ്മുടെ ജനറൽ ലോസ് ആണ് ഓടിക്കുക, മനസ്സിലാവുണ്ടോ? ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. Disconnected. ഇപ്പൊ ഇതുവരെ ക്രിമിനൽ കേസ് ഗവൺമെന്റ് ആണ് നടത്തുക എന്ന് നിങ്ങൾക്ക് അറിഞ്ഞോ? പല ആളുകൾക്ക് അത് അറിയണ്ടാവില്ല. പിന്നെ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാലേ, എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴേ ഇത് ഈ സെക്ഷൻ പ്രകാരം പ്രശ്നം എന്നൊക്കെ പറയാം നമുക്ക്. പേരിലൊക്കെ രസമാണ്. Disconnected. Connected. Disconnected. ഇവര് തമീം മുഹമ്മദ്. Disconnected. Connected. എങ്ങനെ നിങ്ങളൊക്കെ എവിടെ സ്ഥലങ്ങള്? ഇവിടെ അടുത്ത് തന്നെ. എവിടെ? ചെറുതിയോ? അരക്കുറമ്പ് എവിടെ? Disconnected. Connected. നാട്ടറൊക്കെ അയ്യോ. ആ എവിടെ? മേലാറ്റൂര്, കുന്നപ്പള്ളി. ആ അറിയാം. ചെറുകാര്. Disconnected. ഈ ഏത് ബസ്സിലായിരുന്നേ? Connected. കണ്ടിമേ ഞാൻ അവിടെ കണ്ട മരുന്ന് മാട്ര കോട്ടക്കലോ? കോട്ടക്കലിന് വരുന്നേ? Disconnected. Connected. ഒരുമിച്ച് പഠിച്ച ഞങ്ങള് എവിടെ? വീട് എവിടെ? കോഴിക്കോട്. ഇവിടെ നിക്ക സ്റ്റേ? വയനാട്. ഒരുമിച്ച? വണ്ടൂര്, കോഴിക്കോട്. Disconnected. രണ്ടാം മൈല് മറ്റേ പാലൂർ റോഡിന്. അയ്യോ അയ്യോ ആനല്ലൂര്. ആനല്ലൂര് എവിടെ? Connected. ആ അതിന്റെ ഓപ്പോസിറ്റ്. Disconnected. Connected. ശരി ശരി. Disconnect. Connected. നിങ്ങള് എല്ലാവരും ഇപ്പോ +2 കഴിഞ്ഞത് അങ്ങനല്ലേ? ഡിഗ്രി കഴിഞ്ഞവരുണ്ടോ? ഏതായിരുന്നു? Disconnected. Connected. ഇംഗ്ലീഷ്. എവിടെയാണ്? എവിടെ? യൂണിവേഴ്സൽ. ആ +2 കഴിഞ്ഞ. Connected. ബികോം. ഇഗ്നോ കാലിക്കറ്റ്. ഡിസ്റ്റൻസ് റെഗുലർ ക്ലാസ്സില്ല. അപ്പം Disconnected. Connected. കഴിഞ്ഞ് അങ്ങനെ. ബികോം കഴിഞ്ഞാണല്ലേ? എങ്ങനെ? Disconnected. ഞാൻ പഠിച്ചത് Connected. കിട്ടിയില്ല കോളേജ് കുറ്റിപ്പ. Disconnected. ഏയ് അല്ല, ഓനങ്ങനെ ചെറുതാക്കാണോ? ബികോം കഴിഞ്ഞാണ്. കുറച്ചുകൂടി ഒരു സേക്ക് നോക്കിയോ? ട്രൈ ചെയ്തു. Disconnected. Connected. Disconnect. Connected.